ഓക്കെ. ഇപ്പം റെക്കോർഡ് ക്ലാസ്സസ് മാത്രം ഇന്ന് കാണുന്ന കുറച്ച് പേരുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ക്ലോത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മളിതിനകത്ത് 3 തരത്തിലുള്ള ചിത്രങ്ങളാണ് യൂസ് ചെയ്യുന്നത്. 3 തരത്തിലുള്ള ചിത്രങ്ങളാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഡിസൈൻ ഞാൻ A4 സൈസിലാണ് പ്രിൻ്റ് എടുത്തിരിക്കുന്നത്. ഈ പ്രിൻ്റ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സീസണലായിട്ട് നമ്മൾ മെയിൻലി കണിക്കൊന്നയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ സാരിയിൽ വരെയാണെങ്കിൽ നമുക്ക് പറയും ചെസ്റ്റ് പോർഷനിൽ, ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ ഈ ഷോൾഡറിൻ്റെ താഴെ തൊട്ട് ഈ ഒരു പോർഷൻ വരെയുള്ള ഭാഗമാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ചെയ്യാം, ഷോളിലാണെങ്കിൽ ചെയ്യാം, ഓൺ പ്ലീറ്റഡ് സാരീസ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഭാഗത്ത്, ഓൺ പ്ലീറ്റഡ് ആണെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഞാൻ A5 എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇത് A4 സൈസിൽ പ്രിൻ്റ് എടുത്ത് ഇത്രയും വരും. നമുക്ക് ഇത്രയും വലിയൊരു ചിത്രം വേണ്ട, നമുക്ക് മൈപ്പീരിയ ആയിട്ട് പിന്നെ ചെയ്യുന്നു. ഒരാളിപ്പോൾ ചെസ്റ്റ് പോർഷനിൽ ഇത്രയും ഇതൊരു ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ A4 സൈസിൽ ഇത്രയും വലുതായിട്ട് എടുക്കാം. പക്ഷെ ഞാൻ ഈ ഒരു ചിത്രം പഠിപ്പിക്കുന്നത് വളരെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു A5 എന്ന് പറയുന്നത് ഈ ഒരു സൈസാണ് കേട്ടോ. ഇതാണ് പേപ്പർ ഫുൾ A4ലായിരിക്കും. A5 എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസിനുള്ളിൽ വരുന്നൊരു ചിത്രമാണ് A5 എന്ന് പറയുന്നത്. A5ലും ചെറുതാണ് നമുക്ക് വേണ്ടത്, A6 സൈസൊക്കെയാണ്. പക്ഷെ എല്ലാ ഷോപ്പുകാർക്കും അത് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞപ്പോഴും അത് എടുത്തിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് വരച്ച് തയ്യാറാക്കാം ബൈ ഡിസൈനായിട്ട്. അപ്പം ഇതാണ് നമ്മൾ കുഞ്ഞ് ബൈ ഡിസൈൻ. അതായത് നമ്മൾ ചിലയിടത്തൊക്കെ ബൂട്ടാസ് പോലെയൊക്കെ നമ്മൾ ചെറുതായിട്ട് കൊടുക്കത്തില്ലേ, അതുപോലത്തെ ഒരു പുള്ളിങ് ഡിസൈനായിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തത്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മൈപ്പീരിയയുടേത് നിങ്ങൾക്ക് എപ്പോഴും യൂസ് ആണല്ലോ. മൈപ്പീരിയ എപ്പോഴും നമ്മൾ ചെയ്താലും ട്രെൻഡാണ്. എത്ര പ്രാവശ്യം നമ്മൾ മൈപ്പീലി ചെയ്താലും ട്രെൻഡിങ് ആണ്. ആ മൈപ്പീലിയുടെ ഒരു കളറിങ് കൂടെ നിങ്ങൾക്ക് ഇതിനകത്തോടെ പഠിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ള 2 ഡിസൈൻസ്. മെയിൻ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ലിറ്റിൽ കൃഷ്ണ. പക്ഷേ ഇത് എടുത്തപ്പം തിരിഞ്ഞു പോയി, ഞാൻ പോയി എടുക്കാതെ. ഞാൻ ഇനി ബാക്കി വരയ്ക്കും. കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ ഇത് കൈ കിട്ടിയിട്ടില്ല, കാല് കിട്ടിയിട്ടില്ല, ഹസ്ബൻഡാണ് എടുത്തത്. അപ്പോൾ A3 സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സൈസ്. അപ്പോൾ ഇത് കിട്ടിയിട്ടില്ല. ഇത് പിന്നെ എനിക്കായതുകൊണ്ട് കൈ കൊണ്ട് വരയ്ക്കാൻ പറ്റും. ഡിസൈൻ കണ്ടിന്യൂസ് കിട്ടിയില്ലെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ബാക്കി അങ്ങ് വരച്ചെടുത്തോളാം. പക്ഷേ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇതിന് 3 ഡിസൈൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓൺ പ്ലീറ്റഡ് സാരീസിലൊക്കെ ചെയ്യുമ്പം ഓൺ പ്ലീറ്റഡ് ആണെങ്കിലും നമ്മൾ ഈ ഡിസൈൻ ഈ ഒരു പോർഷനിൽ, അതായത് ഓൺ പ്ലീറ്റഡ് ഈ ഒരു പോർഷനിൽ ചെയ്താലും ഭയങ്കര ഹെവി ആയിപ്പോൾ, നമ്മളെ ഫേസ് പോലെ തന്നെ വലിയ ഫേസ് ആയിപ്പോൾ. അപ്പോൾ ഓൺ പ്ലീറ്റഡിൽ നമ്മൾ ചെയ്യുമ്പോഴും A4 സൈസിലൊക്കെ മതിയാവും കേട്ടോ. ഓൺ പ്ലീറ്റിലാണ് നമ്മൾ ലിറ്റിൽ കൃഷ്ണൻ്റെ ഒരു ചിത്രം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ടോപ്പ്, അല്ലെങ്കിൽ ഒരു കുർത്ത, ഈ സ്കേർട്ട് ആൻഡ് ടോപ്പ്, അങ്ങനെയുള്ള ക്ലോത്തുകളിലൊക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഈ ഒരു A4 സൈസിൽ വരച്ചാൽ മതി. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് A3 എടുക്കാൻ പറയും. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സാരിയുടെ പല്ലുവിലാണ്. പല്ലുവിൽ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്തുള്ള ഷെയ്ഡിങ്സ് മറ്റു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് പറയുന്നത്, ഇത് A3 എടുക്കാൻ പറ്റും. നമ്മൾ A4 എടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഷെയ്ഡ്സ് കൊടുക്കുമ്പോഴും ബ്ലാക്ക് കൊടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആദ്യത്തെ പിക്ചർ ആയതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് മിനിമം ഒരു A3 എടുത്തു കഴിഞ്ഞാൽ ഫിഗറിൻ്റെ ഡീറ്റെയിലും ഷെയ്ഡിങ്സും ഒക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇനി നമുക്ക് ഡ്രസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഡ്രസ്സിനെ കുറിച്ച് ഈ 3 ഡിസൈൻസിൻ്റെയും എവിടേക്ക് യൂസ് ചെയ്യാമെന്നുള്ളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ തന്നത്. പിന്നെ ചിലവർ ക്യാൻവാസ്, ഇതിപ്പോൾ ക്യാൻവാസ് ക്ലോത്താണ് കേട്ടോ. ഇതിപ്പോൾ ക്യാൻവാസ് ക്ലോത്താണ്, കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് ക്യാൻവാസ് ക്ലോത്ത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ചെയ്താൽ ഫ്രെയിം ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻവാസിൽ ക്ലോത്തിനെ പോലെ അത്രയും ക്യാൻവാസിൽ വെള്ളം എത്ര വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ക്യാൻവാസിൽ ഒത്തിരി ഇങ്ങനെ നമ്മൾ വെള്ളം ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലൈറ്റായി, ക്യാൻവാസ് ലൈറ്റ് ആകും. അപ്പോൾ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വെള്ളം നമ്മൾ കുറച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടെ തിക്കായിട്ടായിരിക്കും കളർ യൂസ് ചെയ്യുന്നത്. അത്രയും ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേണിൽ ക്യാൻവാസിൽ ഒറിജിനലി ഇങ്ങനെയല്ല ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നോർമലി ചെയ്യുമ്പോൾ ഞാനിപ്പം പറയുന്ന അളവുകളിൽ ഡ്രോപ്സ് ഓഫ് വാട്ടറിൻ്റെ എണ്ണം പറയുമ്പം ക്യാൻവാസിലാണ് നിങ്ങൾ ചെയ്യുന്നതിന് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളതിൽ വാട്ടറിൻ്റെ അളവ് കുറച്ചുകൂടെ കുറച്ച് യൂസ് ചെയ്യും. എനിക്ക് ഓരോ പ്രാവശ്യവും ക്യാൻവാസിൽ വാട്ടർ ഇത്ര, ക്ലോത്തിൽ ഇത്ര വാട്ടർ എന്ന് പറയാൻ ചിലപ്പം ഓർമ്മ കിട്ടത്തില്ല. ഓർമ്മയുള്ളത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്യാൻവാസിലാണ് ചെയ്യുന്നതെങ്കിൽ ബാക്കി എല്ലാ ടെക്നിക്കും ഇതുപോലെ തന്നെ ചെയ്യുക. ചെയ്തതിന് ശേഷം ഇത് വാട്ടറിൻ്റെ അളവ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യുക, കുറയ്ക്കുക കേട്ടോ. വാട്ടർ നമുക്ക് ക്ലോത്തിലാണെങ്കിൽ 4 ഡ്രോപ്പ് വാട്ടറിലെടുത്ത് നമുക്ക് ക്യാൻവാസിലാണെങ്കിൽ 2 ഡ്രോപ്പ് വാട്ടർ, അതിൻ്റെ നേരെ പകുതി അളവ് വാട്ടർ മതി. അല്ലെങ്കിൽ നമ്മൾ ക്യാൻവാസിൽ ചെയ്യുന്നത് ഭയങ്കര ലൈറ്റായി പോകും കേട്ടോ. അത്രയാണ് 2 ക്യാൻവാസും ക്ലോത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിലെന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ആരെങ്കിലും ക്യാൻവാസിൽ ചെയ്യുന്നവരുണ്ടോ? ക്ലോത്തിലാണോ കൂടുതലും ചെയ്യുന്നത്? എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്?
കുറേയൊക്കെ നമ്മളൊരിക്കലും പിന്നീട് കോഴ്സൊക്കെ കണ്ടിട്ട് പിന്നീടൊക്കെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കും. ദയവായിട്ട് അങ്ങനെ വിചാരിക്കരുത്. 5 ദിവസം നിങ്ങൾ കുറച്ചൊന്ന് സമയം കണ്ടെത്തി എന്നോടൊപ്പം ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3 ഡിസൈനെങ്കിലും ഉറപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പിന്നെയെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നമുക്ക് അതേപോലെ പഠിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാം റെക്കോർഡ് ചെയ്ത് എല്ലാം വച്ചിരിക്കും. പക്ഷേ അതിങ്ങനെ കാലങ്ങളോളം നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അടുത്ത കോഴ്സ് വരും, അപ്പോൾ നമ്മൾ അടുത്ത കോഴ്സിൽ ജോയിൻ ചെയ്യും. അതുകൊണ്ട് ദയവായിട്ട് മോർണിംഗോ ഏർലി മോർണിംഗോ, നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളെന്ന് പറയുന്നത് സ്ത്രീകളെ ഉള്ളൂ, എപ്പോഴും ഹാർഡ് വർക്കിംഗ് ആണ് അല്ലേ. നമ്മൾ സമയം കണ്ടെത്തി പല കാര്യങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ നടത്തുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര സമയമില്ലെങ്കിലും രാത്രിയൊക്കെ സമയമുണ്ട്, നമ്മൾ സമയം കണ്ടെത്തി അതിരാവിലെയോ സമയം കണ്ടെത്തി ചെയ്യാനായിട്ട് അതിനൊരു റിക്വസ്റ്റാണ്. പല കോഴ്സുകളിലും നമുക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ എൻ്റെ കോഴ്സസിൻ്റെ അറിയാത്തത് കോഴ്സ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ വളരെ വൈകിയായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ആ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ ഒരു ഫീഡ്ബാക്കൊന്നും കിട്ടാതെ വരുമ്പം നമ്മളെ കോഴ്സുകളിൽ നമുക്ക് വലിയൊരിത് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് കോഴ്സിൽ കൂടെ ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. ഇത് ഓൾറെഡി നമ്മളിപ്പോൾ ചെയ്തിട്ട് ഞാൻ ഡിസൈൻസിൻ്റെ സ്പേസുകളാണ് പറയുന്നത് കേട്ടോ. ഞാനിതിപ്പോൾ ഒരു സെറ്റ് മുണ്ടിൻ്റെ ഒരു ഇതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മാം ഡോക്ടർ ഗീതനെ കയറ്റാൻ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ജോയിൻ ചെയ്യിച്ചു. ഓക്കെ, നിങ്ങൾ നാളെയൊക്കെ കയറുന്ന സമയത്ത് ഏതെങ്കിലും അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഇട്ടോളണേ. ഓൾറെഡി ഞാൻ ഇതിൽ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സെറ്റ് മുണ്ടാണ് കേട്ടോ. സെറ്റ് മുണ്ടിൻ്റെ എന്താണ് സെറ്റിൻ്റെ ഭാഗമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സാരി ആണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. നമ്മളിപ്പം ഇതിനകത്ത് നമ്മളിത് ഇപ്പം പല്ലു വേണ്ട, പല്ലുവിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. ഈ ഡിസൈൻ ചെയ്യുമ്പം നമുക്ക് ഓൺ സൈഡായിട്ട് പ്ലീറ്റഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മടങ്ങി കിടക്കുന്ന പ്ലീറ്റഡ് ആയതുകൊണ്ട് ഇത് ഇപ്പം നമ്മൾ ബോർഡർ കണ്ട ബോർഡറിൻ്റെ എൻഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എന്ത് ചെയ്യും, അതിൻ്റെ നമ്മളിങ്ങനെ മടക്കി വരുമ്പോൾ ഇത്രയും ഭാഗമല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കാല് മാത്രമേ കിട്ടത്തുള്ളൂ, ചെറിയൊരു ഭാഗമേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഈ ഭാഗത്ത് ചെയ്യുന്നില്ല. A3 സൈസിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിത് ഇതിൻ്റെ പല്ലു എടുക്കുക കേട്ടോ. പല്ലു എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ പല്ലു എടുത്തതിന് ശേഷം ഇതിനെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കുക കേട്ടോ. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു ബോർഡറിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു പെൻസിലാണോ പെൻസിലോ പേനയോ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഡിസൈൻ ഇങ്ങനെയല്ല എടുക്കേണ്ടത്, തിരിച്ചായിരുന്നു എടുക്കേണ്ടത്. എൻ്റെ ഹസ്ബൻഡ് തെറ്റി. അപ്പം ഈ ഡിസൈനിനെ കറക്റ്റ് രണ്ടായിട്ട് നമ്മളെടുത്ത ഡിസൈനും ഈ ഡിസൈനിനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കുക കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന ഡിസൈനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്ക് ചെയ്ത സ്ഥലത്താണ് നമ്മൾ ഈ സെൻറ്ററിലായിട്ട് ഈ പോർഷനിൽ നമ്മൾ ആ ഡിസൈൻ വരയ്ക്കും കേട്ടോ. നടുക്കായിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ വരയ്ക്കുന്നത്. A3 സൈസിലാണ്. A2 ആണെങ്കിലും നമ്മൾ നടുക്കായിട്ടാണ് വരയ്ക്കണേ. A1 ആണ് നമ്മൾ നടുക്കായിട്ട് വരയ്ക്കണമെങ്കിൽ ഈ പല്ലു ഫുള്ളായിട്ട് വരും. അതായത് പല്ലുവിൽ ഫുള്ളായിട്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു കൃഷ്ണൻ്റെ പിക്ചറായിരിക്കും വരയ്ക്കുന്നത്. നമുക്ക് ഈ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ അത്രയും സ്ഥലം കവർ ചെയ്ത് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് നല്ല സമയം എടുക്കും. ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നാളെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതെ വരും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ക്ലാസ്സുകളിൽ ചെയ്യുമ്പോൾ വലിയ സൈസ് പ്രിഫർ ചെയ്യരുത്. അത് വരയ്ക്കാൻ ആഗ്രഹം കാണും, പക്ഷേ ക്ലാസ്സിൽ കൂടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും മാക്സിമം നമ്മളൊരു A3 സൈസ് വരെ പോയാൽ മതി കേട്ടോ. അല്ല നമുക്ക് ഒരു വലുതായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലീവ് എടുത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫുൾ ടൈം അതിനുവേണ്ടി മെനക്കെട്ടാൽ ഈ ഒരു കോഴ്സ് തീരുന്നതോടൊപ്പം അത് തീർക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വലിയ സൈസിലോട്ട് പോകാത്തത്. അപ്പോൾ ഇത് രണ്ടായിട്ട് മടക്കി, ഈ ഡിസൈൻ രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മളിത് പിൻ ചെയ്യുന്നത്. ഇത് പിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിന് എന്താണ് ട്രേസ് ചെയ്യാൻ യൂസ് ചെയ്യണം. ഇതിന് നമ്മൾ സാധാരണ ക്ലോത്തുകളിൽ വൈറ്റ് പോലുള്ള ക്ലോത്തുകൾ, ലൈറ്റ് കളേഴ്സ് ക്ലോത്ത്സിലൊക്കെ യെല്ലോ കാർബണാണ് കേട്ടോ. അറിഞ്ഞൂടാത്തവരുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്നൊന്ന് പറയുന്നത്. ട്രേസ് ചെയ്യുന്ന ഒരുപാട് സമയം കാണിക്കുന്നില്ല. അപ്പം ഈ കാർബൺ നമുക്ക് എപ്പോഴും A4 സൈസിലേക്ക് കിട്ടില്ല. ഇതിന് A4 സൈസ് എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് A3 ആണെങ്കിൽ 2 A4 ചേരുമ്പോഴാണ് A3 ആവുന്നത് കേട്ടോ. ഇത് ചേർന്നിട്ട് പേപ്പർ ടേപ്പ് പോലുള്ള ഇപ്പം ഇങ്ങനെ പേപ്പർ ടേപ്പൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് പരസ്പരം കണക്ട് ചെയ്ത് ഒട്ടിക്കുക കേട്ടോ. അതായത് ഈ റൈറ്റപ്പ് ഉള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് ഒട്ടിക്കുക കേട്ടോ. കണ്ടോ? ഞാൻ
ഞാൻ സാരിയിലാണ് വരയ്ക്കുന്നത്. അപ്പോ താഴത്തെ പോർഷനിലാണോ കൃഷ്ണനെ വരയ്ക്കുന്നത്? എവിടെയൊക്കെയാണെന്നുള്ളത് പറയാമോ? ഇപ്പൊ ടീച്ചർ ഒരു ഡിസൈൻ വരയ്ക്കുന്ന മാത്രം ഒന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ പൊസിഷനിലാണെന്ന് മാർക്ക് ചെയ്ത് തരാം കേട്ടോ. മോളിപ്പം വെയിറ്റ് ചെയ്തോളൂ, ആദ്യത്തെ ബേസ് ഒന്ന് കാണൂ കേട്ടോ. ശ്രേയല്ലേ? ശ്രേയ വെയിറ്റ് ചെയ്തോളൂ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ കാർബൺ പേപ്പർ വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് A3 സൈസാണ് ഉണ്ടോ, ആ സൈസിന് ആവശ്യമായിട്ട് 2 മതി. നമുക്ക് A2 ഒക്കെ ആണെങ്കിൽ 4 എണ്ണം വേണം. A1 ആണെങ്കിൽ 8 എണ്ണം വരെ വേണം. 8, 10 എണ്ണം വരെ നമുക്ക് കാർബൺ പേപ്പർ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ സൈസ് ലാർജ് ആവുന്നതനുസരിച്ച് കാർബൺ പേപ്പറിൻ്റെ എണ്ണവും കൂടും. അപ്പോൾ നമുക്കിത് A3 ആണ്. അപ്പം ഞാനിപ്പം പല്ലൂല് വരയ്ക്കുന്ന ഒരു ഡിസൈനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങൾ വരയ്ക്കുന്ന ഏത് സ്പേസിൽ വേണമെങ്കിലും വരയ്ക്കാം. നിങ്ങളിപ്പം A3 അല്ലേ ഞാൻ പറഞ്ഞു എല്ലാവർക്കും എടുക്കുന്നത്. അപ്പം നിങ്ങൾ പല്ലൂലാണ്, സാരിയിലോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടിലോ ഷോളിലോ ഒക്കെ ആണെങ്കിൽ ടീച്ചർ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബോർഡർ ഉണ്ടാവും. എന്തായാലും സെറ്റ് സാരി ആണെങ്കിൽ ഒരു ബോർഡർ ഉണ്ടാവും. ആ ബോർഡറിൽ കറക്റ്റ് 2ആയിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇത് നോക്കുക കേട്ടോ. ഇത് നോക്കുമ്പോൾ നമ്മുടെ സെൻട്രൽ പോർഷൻ ഇത് എവിടെ കിടക്കുന്നു മാർക്ക് ചെയ്ത്. അപ്പോൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മളിത് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇങ്ങനെയാണ് പ്രിൻ്റ് എടുത്തുള്ളതുകൊണ്ട് ഇങ്ങനെ വയ്ക്കുന്നു കേട്ടോ. പ്രിൻ്റ് എടുത്തത് കുത്തനെ ആയിപ്പോയത് കൊണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് പേപ്പർ ഇത് ചുരുങ്ങാതെ കേട്ടോ നല്ലൊരു ടേബിളിൽ വെച്ചിട്ട് ടീച്ചർ കാണിക്കാൻ വേണ്ടിയാണ് കുറച്ച് ഇങ്ങനെ വയ്ക്കുക. വച്ചതിന് ശേഷം ഈ പ്രിൻറ്റും അതുപോലെ ഇതിൻ്റെ സെൻട്രൽ പോർഷനും ഇവിടെ ഡോട്ട് ഇട്ടിരിക്കുന്ന പോർഷനും തമ്മിൽ ചേർത്ത് വയ്ക്കുക. മുകളിലും വച്ചതിന് ശേഷം നമ്മളിത് ഇതുപോലത്തെ പേപ്പർ ഒരിക്കലും നിങ്ങൾ മൊട്ടിപ്പിൻ പോലുള്ള സാധനങ്ങൾ കുത്തരുത്. അപ്പോൾ നമ്മൾ ഈ കാർബൺ കൊണ്ട് കുത്തണം അവിടെ ഒരു ഹോള് വരാൻ. അവിടെ ചെറിയ കാർബണിൻ്റെ മഞ്ഞ കളർ, ഒരു മിനിറ്റ്, കാർബണിൻ്റെ ഹോള് വിടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും സേഫ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ പേപ്പർ ടേപ്പാണ് കേട്ടോ. പേപ്പർ ടേപ്പ് ചെറുതായിട്ട് കീറി 4 ഭാഗങ്ങളിൽ ഒട്ടിക്കുക. പേപ്പർ ടേപ്പ് ഫോട്ടോ കോപ്പി സ്റ്റിക്ക് ചെയ്യുന്നത് എല്ലാവർക്കും സ്പേസ് മനസ്സിലായി കാണില്ല. ഇത് എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുണ്ട്? ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഇത് നമ്മൾ കാർബൺ പേപ്പറിൻ്റെ ഏത് സൈഡാണ് ക്ലോത്തിനോട് ചേർന്ന് വാക്സ് പോലത്തെ സൈഡാണ്. റൈറ്റപ്പ് ഉള്ള സൈഡ് പുറത്ത് വരും. ആ പുറത്താണ് നമ്മൾ എവിടെയാണ് സെൻട്രൽ പോർഷനിലായിട്ട് നമ്മൾ ഈ ഡിസൈനും സെൻട്രലാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ. ശരി, ഞാനിപ്പോൾ ഇത് ട്രേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം നമുക്കൊരു ½ ആൻ അവർ എടുക്കും. അതുകൊണ്ട് ഞാൻ ട്രേസ് ചെയ്യുന്നത് കണിക്കൊന്നയാണ്. ഇനി അത് എവിടെയൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ പല്ലൂൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് ട്രേസ് ചെയ്യണം. എങ്ങനെ അപ്പുറത്തൊന്നും ഞാൻ കാണിച്ചു തരാം. ഇത് എങ്ങനെ പിൻ ചെയ്യണമെന്ന് എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരു ഐഡിയ ഇത് കിട്ടിക്കാണും. നമ്മൾ എല്ലാവരും വരയ്ക്കേണ്ടത് ഡ്രസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ പല്ലു ഭാഗത്ത് A3 വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഒരെണ്ണം ട്രയലല്ലേ. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്കേർട്ടൊക്കെ യൂസ് ചെയ്യണം. ടോപ്പായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന് ഞാനിപ്പോൾ ടോപ്പ് ആക്കണമെന്ന് വെച്ചോ, ടോപ്പ് ആക്കണമെങ്കിലും എനിക്ക് നല്ലത് ഈ ഭാഗത്ത് വരയ്ക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്കിത് ഈ ഒരു ഭാഗം എടുത്തതിന് ശേഷം മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ബോർഡറൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റും. താഴെയായിട്ട് വരും, ഈ താഴെ ഭാഗത്തായിട്ട് വരും. മുകളിൽ നമുക്ക് കണിക്കുന്നതും എല്ലാം കൊടുത്ത് ചെയ്യത്തക്ക വിധത്തിൽ ചെയ്യാൻ പറ്റും. ഷോളായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഞാനിതൊരു സെറ്റ് മുണ്ടിൻ്റെ ചെയ്ത് വെക്കുന്ന എല്ലാം ട്രയൽ പോലെ വരുന്നത്. ഈ ക്ലാസ്സുകളിൽ നല്ല കൂടിയ സെറ്റൊക്കെ വാങ്ങിച്ച് ഞാൻ ചെയ്ത് കഴിഞ്ഞാലും ക്ലാസ്സിൽ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺജസ്റ്റ് ആയിട്ടൊക്കെ സ്ഥലത്ത് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കളർ വീഴും. പിന്നെ അത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പുറത്ത് കൊടുക്കാനും പറ്റത്തില്ല. ക്ലാസ്സിലുള്ളത് ഞാൻ നീറ്റായിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ഒരാൾ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ എപ്പോഴും ഭയങ്കര നീറ്റായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ടീച്ചർ ഇത്രയും ചെയ്തിട്ട് ടീച്ചറിൻ്റെ പടം ഒരു നീറ്റില്ലല്ലോ എന്ന് തോന്നരുതല്ലോ. അതുകൊണ്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സൗകര്യമാണ് നോക്കുന്നത്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പിക്ചർ ചിലപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു സെറ്റ് മുണ്ടെടുത്തത്. ആദ്യം ഒരു പുതിയത് എടുത്തതാണ്. ഇത് യൂസ് ചെയ്തതല്ല, പുതിയത് തന്നെയാണ്, പക്ഷെ ഞാൻ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു സ്പേസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ചെസ്റ്റ് പോർഷൻ ഓരോരുത്തരുടെ ഹൈറ്റ് ഡിപ്പെൻഡാണ് കേട്ടോ. ഓരോരുത്തരുടെ പൊക്കം അനുസരിച്ചാണ് കൂടുതലും വരുന്നത്. അപ്പം നമുക്ക് പൊക്കം കുറവുള്ളവരോ അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ളവരോ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സൈഡിൽ നിന്ന് പ്ലീറ്റ് എടുത്തതിന് ശേഷം മുകളിൽ നിന്ന് ഇട്ട് നോക്കി ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യണം. ഏറ്റവും നല്ല മാർഗം നിങ്ങൾക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആണെങ്കിൽ. നോർമലി നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കസ്റ്റമർ തരുമ്പോൾ പറഞ്ഞിട്ടുള്ള ചെസ്റ്റ് പോർഷനിൽ വേണമെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്നത് ഇത് ഇവിടെ നിന്ന് തുടങ്ങും കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങി എൻഡിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്യും. എത്രയാണ്? 15 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എവിടെ എത്തും? 50 ഇഞ്ചസ് മാർക്ക് ചെയ്യുമ്പോൾ 15 അല്ല 50 നോക്കട്ടെ ഒരു മിനിറ്റ്. 15 തന്നെ, 15 മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട്
ചെസ്റ്റ് പോർഷനിൽ കിട്ടും കേട്ടോ. അപ്പം ജസ്റ്റ് ഞാനിവിടെ എനിക്കുള്ളത് മാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ഭാഗത്താണ് വരുന്നത് കേട്ടോ, ഈ ഒരു ഭാഗത്താണ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിനനുസരിച്ച് ക്ലോത്തിനെ ഒന്ന് മടക്കി എടുക്കുകയാണ്. കണിക്കൊന്ന വരയ്ക്കാനുള്ള സ്പേസാണ് കേട്ടോ. ബാക്കി എവിടെയൊക്കെയാണ് വരയ്ക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം നമ്മൾ ചെസ്റ്റ് പോർഷനാണ്. ഞാൻ ബാക്കി എല്ലാം ക്ലോത്തിനെ നല്ല നീറ്റായിട്ട് ആ ഒരു പോർഷൻ മാത്രം കാണത്തക്ക വിധത്തിൽ മടക്കുകയാണ് കേട്ടോ. അടിയിലത്തെ ലെയറെല്ലാം നമ്മൾ ട്രേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല നീറ്റായിരിക്കണം, അല്ലെങ്കിൽ ഒറ്റ ലെയറിട്ട് ട്രേസ് ചെയ്യണം. ഇവിടെയാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പം അത് വരയ്ക്കുന്ന ഭാഗത്ത് ഇതാ ഞാൻ കാർബൺ പേപ്പർ കേട്ടോ, ഒറ്റ കാർബൺ മതി. നമുക്ക് A4 സൈസാണ്. അപ്പോൾ A4 സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മതി, ഒറ്റ കാർബൺ മതി. കാർബണിൻ്റെ വാക്സ് പോലുള്ള സൈഡ് ചേർത്തിട്ടു ഞാൻ അടിയിലൊരു ബോർഡ് വയ്ക്കും കേട്ടോ. കാരണം തുണി കട്ടിയുണ്ടെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്യാൻ ക്ലിയർ ആയിട്ട് വരത്തില്ല. ഇതാണ് നമ്മളെ കണിക്കൊന്നയുടെ ഡിസൈൻ കേട്ടോ. കണിക്കൊന്നയുടെ ഈ തണ്ട് ചേർന്ന് വരത്തക്ക വിധത്തിൽ കണ്ടോ. ഈ കണിക്കൊന്നയുടെ തണ്ട് നമ്മുടെ ബോർഡറിനോട് ചേർന്നെങ്കിലേ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ സാരിയുടെ പ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് നമ്മൾ മടക്കുന്ന സ്പേസ്. നമ്മുടെ കണിക്കൊന്ന കുറച്ചൊന്നും മുറിഞ്ഞു പോകും, കാരണം ഇത് ബോർഡർ കൂടിയ സാരിയാണ്. ബോർഡർ കുറഞ്ഞ് ചെറിയ കനമുള്ളതാണെങ്കിൽ നമുക്ക് കറക്റ്റ് സ്പേസാണ്. ഇത്രയും മടക്കിയ കറക്റ്റ് നമുക്ക് ഇത്രയും പ്ലീറ്റിൻ്റെ അളവ് വരത്തുള്ളൂ. ഞാൻ അത് കണക്കാക്കിയാണ് വരച്ചത്. പക്ഷേ ഇതിനകത്തൊരു ചെറിയ ബോർഡർ ഉള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കത്തക്ക വിധത്തിലാണ് ക്രമീകരിച്ചത്. അപ്പോൾ കുറച്ചൊന്ന് ബോർഡർ എടുക്കുമ്പോൾ മടങ്ങിപ്പോവും, എന്നാലും കുഴപ്പമില്ല. ഇത് ഈ രീതിയിൽ ഞാൻ വച്ചിട്ട് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യുന്നു കേട്ടോ. പെട്ടെന്ന് വരയ്ക്കാം കേട്ടോ. ഞാൻ 5 മിനിറ്റ്സ് നിങ്ങൾ ഇന്നത്തെ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യത്തെ ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു ലാഗ് വരുന്നത്. എന്നാലും ആദ്യത്തെ പഴയ സ്റ്റുഡൻസിന് അതൊരു ബോറായിട്ട് തോന്നും. റിപ്പീറ്റ് ചെയ്തൊക്കെ അറിയാവുന്ന സ്റ്റെപ്പ് തന്നെയെന്ന് തോന്നും. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് കൂടുതൽ ഇതിനകത്തുള്ളത്, സാരിയിൽ ചെയ്യുന്നത്. ഇത് ഈ ബോർഡറിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ നോട്ട് ചെയ്തിട്ട് പേപ്പർ ടേപ്പ് കേട്ടോ. പേപ്പർ ടേപ്പാണ് ഏറ്റവും നല്ലത്. മുട്ടിപ്പിൻ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഈ കാർബണൊക്കെ കുത്തുന്നത് ചിലപ്പോൾ നമ്മളൊന്ന് വലിച്ചു കഴിഞ്ഞാലൊക്കെ കീറിപ്പോകാനും ഒക്കെ സാധ്യതയാണ്. പിന്നെ അതിൻ്റെ കാർബണിൻ്റെ ഒരു സ്പ്രെഡും ഒക്കെ ഉണ്ടാകും കേട്ടോ. ഇങ്ങനെ ഒരു പേപ്പർ ടേപ്പ് വെച്ച് നമ്മളിതൊന്ന് ഒട്ടിക്കണം. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് സ്റ്റിക്ക് ചെയ്യണം. ഇപ്പോൾ തൽക്കാലം ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു സേഫ്റ്റി പിന്നൊക്കെ വെച്ച് ഒട്ടിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഭയങ്കര നീറ്റായിട്ടൊക്കെ പേപ്പർ ടേപ്പ് ഇല്ല, സിലോ ടേപ്പായാലും മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എൻഡിലോട്ടങ്ങ് ഉപയോഗിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ പേപ്പർ കൂടെ മടക്കി വെച്ചിട്ട്, കാർബൺ പേപ്പറിൻ്റെ ഈ പേപ്പർ കൂടെ മടക്കി വെച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ യെല്ലോ കാർബണിൻ്റെ ഡോട്ട് വരില്ല. ഇതിൻ്റെ പുറത്ത് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇത്രയും കട്ടിയുള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ക്ലിയറായിട്ട് തെളിയണമെന്നില്ല. അപ്പം നമുക്കതിൻ്റെ ഇടയിൽ ഒരു കട്ടിയുള്ള ബുക്കോ കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വയ്ക്കാം കേട്ടോ. ഇത് 1 പ്ലേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കട്ടിയുള്ള ഒരു ബുക്ക് എടുത്ത് ഇവിടെ വച്ചു കേട്ടോ. അത് വരയ്ക്കുമ്പോൾ തെറ്റിപ്പോവാതെ ക്ലിയർ ആയിട്ട് ഇരിക്കാനായിട്ട്. ഇവിടെ ഇപ്പം നല്ല സ്ട്രൈറ്റ് ആയിട്ടായിട്ടുണ്ട്. നമ്മൾ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, ബോൾ പെൻസാണ് കേട്ടോ. ഇത് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് കാണാമല്ലോ. ബോൾ പെന്നാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ബോൾ പെന്ന് ഒരിക്കലും ബ്ലാക്ക് യൂസ് ചെയ്യരുത്, കാരണം ഡിസൈൻ ബ്ലാക്കാണ്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് വരച്ചത് വരച്ചില്ല എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റില്ല. ബ്ലൂ കളറോ ഗ്രീൻ കളറോ റെഡ് കളറോ ബോൾ പെൻ ഉപയോഗിക്കും. ഇതിപ്പോൾ ഞാൻ റെഡാണ് യൂസ് ചെയ്യുന്നത്. റെഡ് കൊണ്ട് നമ്മളിത് ഈ വരച്ചിരിക്കുന്നതിൻ്റെ പുറത്തുകൂടെ വരയ്ക്കുക കേട്ടോ. പെട്ടെന്നൊന്ന് വരച്ച് പോവുകയാണ് ഞാൻ. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പ്ലേറ്റ് എന്ന് പറയുമ്പോൾ താഴത്തെ പ്ലേറ്റ് ആണോ? അല്ല മോളെ, ഇപ്പം ഞാൻ വരച്ചിരിക്കുന്നത് ചെസ്റ്റ് പോർഷനല്ല. ബാക്കി സ്ഥലം എവിടെയൊക്കെയാണെന്ന് മാർക്ക് ചെയ്ത് തരാം. ഇപ്പം ടീച്ചർ പറഞ്ഞല്ലേ, പ്ലീറ്റ് എന്ന് പറയുന്നത് മോളെ നമ്മൾ ആ സാരിയുടെ എൻഡ് ബാക്കിലിടുന്നില്ലേ, മുന്താണി എന്ന് പറയും. മുന്താണിയിൽ നിന്ന് ഇങ്ങോട്ട് 15 ഇഞ്ചസ് കേട്ടോ മാർക്ക് ചെയ്യുക. മടക്കിയിട്ട് മാർക്ക് ചെയ്യുക. മനസ്സിലായോ മോളെ? വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പ്ലേസിനെ കുറിച്ചോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ വരയ്ക്കാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സാരിയിൽ വരയ്ക്കണം, ഫസ്റ്റ് ടൈമാണ്, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒരുപാട് സ്ട്രെയിൻ ഒന്നും വേണ്ട കേട്ടോ, ഒരുപാട് ബലമൊന്നും വേണ്ട. കാർബൺ പേപ്പർ പെട്ടെന്ന് തെളിഞ്ഞോളും. ചെസ്റ്റ് വരച്ചില്ലേ, അത് മുന്താണി എത്ര വേണ്ടെന്ന് പറഞ്ഞേ? 15 ഇഞ്ചസ്. അതുപോലെ ഇത് നമ്മുടെ നെക്കിനോട് ചേർന്ന ഭാഗം അല്ലല്ലേ? മാം ഇവിടെ പ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ ഇതാ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു പോർഷനാണ് ഞാൻ ഇതിപ്പോൾ മടക്കിയതുകൊണ്ടാണ്. ഈ ഒരു പോർഷനിൽ വരത്തില്ലേ, അപ്പോൾ ഇവിടെ വരുന്നത്
ചെസ്റ്റിനോട് ചേർന്ന് ഓൺ പ്ലീറ്റഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ വച്ചു നോക്കണം ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ചിട്ട്. എനിക്ക് തോന്നുന്നു 13 ഒക്കെ ആണെന്ന് തോന്നുന്നു ചെസ്റ്റിൽ. ഓൺ പ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അത്രയും നീളം വേണ്ടല്ലോ. ഡിസൈൻ ചെയ്യണത് ഇവിടെ ഇങ്ങനത്തെ ആ ഭാഗം. നമ്മൾ സെറ്റ് സാരി കൂടുതലും പ്ലീറ്റ് എടുത്തല്ലേ മാം ഉടുക്കത്തുള്ളൂ, ഓൺ പ്ലീറ്റ് ഇടാറില്ലല്ലോ. അപ്പോൾ നമ്മുടെ സെറ്റ് സാരീസിൽ ചെയ്യുമ്പോൾ പ്ലീറ്റിൻ്റെ ഇവിടെ വരുന്ന ഭാഗത്താണ് ഞാൻ ഇപ്പോൾ കണിക്കൊന്ന് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് മൈപ്പീൽ വേണമെങ്കിൽ ചെയ്യാം, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഞാൻ എൻ്റെ ഇതിൽ ചെയ്യുന്ന ഇതാണ്. നമ്മളിപ്പം ഡിസൈൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇത് ഓൾ ഓവർ വേണമെങ്കിൽ ഓൾ ഓവർ അത്ര ചെയ്യാതിരിക്കും. നമ്മൾ ഈ പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം, വളരെ കുറച്ചേ കൊടുക്കാമല്ലോ. ഇപ്പോൾ സ്വർണ്ണമൊക്കെ വാരി വലിച്ച് നമ്മളൊരു സാധാരണ ലെവലിൽ ഇട്ടുകൊണ്ട് പോകാറില്ല, കുറച്ചല്ലേ ഇടത്തുള്ളൂ. അതുപോലെ ഹാൻഡ് വർക്കുകൾ, ഹാൻഡ് എംബ്രോയ്ഡറീസ്, ഹാൻഡ് വർക്കുകളൊക്കെ വളരെ കുറച്ച് ചെയ്യുക. നമുക്കറിയാമെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് വലുതാക്കി ഒരുപാട് ഇതാക്കി നമ്മൾ സമയം കളയരുത്. ആൾക്കാർ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കത്തില്ല. വളരെ ചെറുതായിട്ട് ഉപയോഗിക്കുകയും 1-2 ചിത്രങ്ങളിൽ ഒരു സാരി നിർത്തുകയും ചെയ്യുമ്പോൾ അതൊരു പ്രഷ്യസ് ആയിട്ടുള്ള സാധനം. അത് വരയ്ക്കുന്നതിൻ്റെ മെനക്കേട് ആ ഒരു ചിത്രത്തിൻ്റെ ഭംഗി എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും, ഞാനിപ്പോൾ കാണിക്കുന്ന ഇതിനകത്ത് ഒരു സാരിയിൽ മാക്സിമം പോയാൽ 2 അല്ലെങ്കിൽ 3 എണ്ണേ വരയ്ക്കത്തുള്ളൂ. പല്ലൂലൊരു ഡിസൈൻ ഞാൻ ഏത് കസ്റ്റമറിന് ചെയ്ത് കൊടുത്താലും മാക്സിമം 5 ഡിസൈൻ, അതായത് പല്ലു ഉൾപ്പെടെയുള്ള 5 ഡിസൈൻസ്. അതിനപ്പുറം വരയ്ക്കത്തില്ല. ഓൾ ഓവറൊന്നും ഒരിക്കലും വരയ്ക്കത്തില്ല. ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ബ്രഷ് ഇട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുൾ ബോർഡറായിട്ടൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് നല്ല നല്ല ഫങ്ഷനായിട്ടൊക്കെ ഉള്ളൊരു സംഭവത്തിനൊക്കെ ആണെങ്കിൽ ചെയ്യാം കേട്ടോ. കാരണം ഇത് നമുക്ക് വരയ്ക്കാൻ നല്ല സമയമെടുക്കും. നമുക്ക് ഇതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നമ്മൾ ഒരുപാട് വരച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരയ്ക്കും ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സാധനമാണ്, ഇത് പ്രിൻ്റാണ് എന്നൊക്കെ തോന്നും. അപ്പം നമ്മൾ വരയ്ക്കുന്നത് കുറച്ചായിരിക്കും. നീറ്റായിട്ടും ഒക്കെ വരയ്ക്കുക, അത് നല്ല ഭംഗിയായിട്ട് ചെയ്യുക. ചെസ്റ്റിൽ ഒരെണ്ണം വരയ്ക്കുക. നമുക്ക് ഫസ്റ്റ് കാലിൽ വരുന്നത് അത് എത്രയാണെന്ന് സ്പേസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ എവിടെയൊക്കെയാണ് ട്രേസ് ചെയ്ത് നാളെ വയ്ക്കേണ്ടതെന്ന്, നാളെ ഇതുവരെയുള്ള സ്റ്റെപ്പുകൾ ചെയ്യേണ്ടത്. അത് ദയവായിട്ട് നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനും ചെയ്യും നിങ്ങളും ചെയ്താലേ നമുക്ക് ക്ലാസ്സിൽ എന്നോടൊപ്പം നാളത്തെ ക്ലാസ് മുതൽ നിങ്ങൾ എന്നോടൊപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് നിങ്ങളിതെല്ലാം പഠിച്ചിട്ട് ഇതൊന്ന് ട്രേസ് ചെയ്യുക. ചിലവർക്ക് അറിയായിരിക്കും, ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ബൈ ഡിസൈൻ കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരും. ഇതിൽ 2 കണിക്കൊന്നയാണ് ഞാൻ ഈ സെറ്റ് മുണ്ടിലോ അല്ലെങ്കിൽ സാരിയിലൊക്കെ ആയാലും ചെയ്യുന്നത്. ബാക്കി നമുക്ക് ചിലയിടത്ത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒരു ചെറിയ ഡിസൈൻ കൂടെ കാണിച്ചു കൊടുക്കും. അതിനാണ് 3 ഡിസൈൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. കൃഷ്ണൻ്റെത് വലുതാക്കി എടുത്തതാണ്, കുറച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കളറിങ് പഠിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളല്ലേ. അപ്പോൾ ട്രേസ് ചെയ്യുന്ന മെത്തേഡ് ഞാനിപ്പോൾ പറഞ്ഞുണ്ട്. ഇപ്പോൾ ഇതെനിക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഇത് വരെ ഇട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ്? റെഡ് പേന കൊണ്ട് വരച്ചുകൊണ്ടാണ്. ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റത്തില്ല. ബോൾ പെന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാർബൺ പേപ്പറൊക്കെ വയ്ക്കുന്നത് എല്ലാവർക്കും ഓക്കെ ആണോ? കാർബൺ പേപ്പർ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായി? ആർക്കെങ്കിലും ഇതിനകത്ത് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. ഡോക്ടർ അശ്വതി മാം ഇതിനകത്ത് ജോയിൻ ചെയ്തോ? മിസ് ഏത് സൈസ് എടുത്തത്? A4 ആണോ A3 ആണോ? ഞാനിത് A4 മാം, A4. A3 നമ്മൾ ആ കണ്ണൻ്റെ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. നമുക്കൊരു സാരിയിലൊക്കെ ചെയ്യുമ്പം നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞാൽ മ്യൂറലായാൽ പോലും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യണതാണ്. A3 അല്ലെങ്കിൽ A4 പോകരുത്. അതിനേക്കാളും വലുത് നമ്മൾ ഫുള്ളായിട്ട് നമുക്കറിയാമെന്ന് പറഞ്ഞ് നിരത്തി വരച്ച് കൊടുക്കാൻ നിൽക്കരുത്. അത് ആൾക്കാർ പ്രിൻ്റ് ആയിട്ട് കൊടുക്കുള്ളൂ, അതിൻ്റെ വാല്യൂ ഉണ്ടാവത്തില്ല. അതിന് നമ്മൾ എത്ര റേറ്റ് പറഞ്ഞാലും അവർ തരാനും പോകുന്നില്ല കേട്ടോ. പെയിൻറ്റിങ്സൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് റേറ്റൊക്കെ കൂട്ടി വാങ്ങാൻ പറ്റും. പക്ഷേ സാരീസിലൊക്കെ വലുത് വരച്ചാലും ചെറുത് വരച്ചാലും ഒക്കെ ഒരേ ഇത് തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ ട്രേസ് ചെയ്ത് കഴിഞ്ഞു, എനിക്ക് ടൈം കുറച്ച് മതി. അപ്പം ഞാനിത് എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് അറിയാം, ഒരു സൈഡ് ടേപ്പ് കൈ നല്ലതായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു സൈഡ് ടേപ്പ് എടുത്ത് നോക്കിയതിന് ശേഷം ഒന്ന് ഉയർത്തി നോക്കുക, ഞാൻ വരച്ച സ്ഥലങ്ങളൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ചിലപ്പം നമുക്ക് എന്താണ് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കൈ കൊണ്ട് വരയ്ക്കാൻ പാടാണ്. അപ്പോൾ അത് ഈ സൈഡിലൊക്കെ എല്ലാം തെളിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ജസ്റ്റ് ഒരു സൈഡ് കൈ നല്ല പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്.
ഈ സൈഡെല്ലാം നോക്കി, ഈ സൈഡ് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഈ സൈഡ് വെച്ചിട്ട് ഈ സൈഡ് ഇളക്കി നോക്കുക കേട്ടോ. ഓക്കെ, ഒരു ഇത് എല്ലായിടവും തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, സാരിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ക്ലിയർ യെല്ലോ ആയതുകൊണ്ട്, പക്ഷേ എനിക്ക് കാണാൻ പറ്റും കേട്ടോ. യെല്ലോ ആയതുകൊണ്ട് ഇതേണ്ട ഓൾ ഓവർ ഈ ഒരു രീതിയിൽ ബോർഡർ ഡിസൈൻ അതിൻ്റെ കുറച്ചുകൂടെ ചേർത്തെടുക്കാമായിരുന്നു. ഞാൻ ഒരല്പം നീക്കി എടുത്തിരിക്കണേ. അടുത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചേർത്തെടുക്കാം കേട്ടോ. കുറച്ചുകൂടെ ഈ ഒരു തണ്ട് ഇങ്ങേറ്റത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി കേട്ടോ. അപ്പോൾ ഇത് വേണം. നമുക്കിതിൽ സാധാരണ നമ്മൾ സാരികളിൽ ചെയ്യുമ്പോൾ മഞ്ഞ കളർ കൊടുക്കുകയാണ്, ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീനൂടെ ആക്കുന്നുണ്ട്, അത് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ട്രേസിങ് മെത്തേഡ്. ട്രേസിങ് മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇനി എവിടേക്കാണ് വരയ്ക്കാനുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കിതിനകത്ത് ഫ്രെയിം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രെയിം ടൈറ്റ് ചെയ്ത് ഇടാൻ പറ്റും. പക്ഷേ നമുക്ക് ഓരോ ഭാഗങ്ങളിലും ഫ്രെയിം ഇട്ട് ഞാൻ ഒരു ദിവസം തന്നെ ഈ 3 ഡിസൈനിൽ യെല്ലോ ഇടണമെങ്കിൽ യെല്ലോ ഇടും. അപ്പോൾ എനിക്ക് ഓരോ പ്രാവശ്യവും മാറ്റി മാറ്റിയൊക്കെ കാണിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും ഞാനെപ്പോഴും സാരി ഒരു ടേബിളിൽ ഇങ്ങനെ നൂത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. നൂത്തിട്ട് രണ്ടായിട്ട് മടക്കിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കൂടുതൽ പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ നമ്മുടെ സാരിക്കകത്ത് നിന്ന് കിട്ടുന്നത് ബ്രൗൺ പേപ്പർ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതിപ്പോൾ ഞാനൊരു സാരി അല്ലെങ്കിൽ ഡ്രസ്സിൽ നിന്ന് വാങ്ങുന്ന ബട്ടർ പേപ്പർ കേട്ടോ. ഈ ബട്ടർ പേപ്പറിൽ കളർ പിടിച്ചാലും ഇതിനോട്ട് ഒട്ടത്തില്ല. ഇത് കുറച്ചുകൂടെ പ്ലാസ്റ്റിക് കവേർഡായിട്ടുള്ള ഷീറ്റാണ്. ഈ ഷീറ്റിന് ഞാൻ ഇവിടെ ഇടുകയാണ് കേട്ടോ. ഇതെന്തിനാണ്, ഫസ്റ്റ് ലെയറാണ്. ഈ ഫസ്റ്റ് ലെയർ മാത്രം ഉയർത്തിയിട്ട് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറ് അല്ലെങ്കിൽ ബ്രൗൺ പേപ്പർ അങ്ങനെയൊക്കെയുള്ള പ്ലാസ്റ്റിക് കോട്ടഡ് ആയിട്ടുള്ള ഒരു ഷീറ്റ് അടിയിലിടും. ന്യൂസ് പേപ്പർ വെറുതെ ഇടരുത്, കളർ അതിൽ ഒട്ടിപ്പിടിക്കും. അതേപോലെ തുണിയിൽ നിന്നൊക്കെ നമുക്ക് ഇളക്കി കളയാൻ ഭയങ്കര പാടാണ്. കസ്റ്റമറിൻ്റെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അടിയിൽ വെക്കുന്ന എന്തായിരിക്കും പ്ലാസ്റ്റിക് കോട്ട. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പഴയ തുണിയില്ലേ, പഴയ കോട്ടൺ തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴയ ഷോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 or 3 മടക്കായിട്ട് അടിയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള വെള്ളമൊക്കെ ആവശ്യമില്ലാത്ത കളേഴ്സൊക്കെ അടിയിലോട്ട് പിടിക്കുകയും നമുക്കിവിടെ വളരെ കട്ടി കുറഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയും ചെയ്ത് ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിലും ഞാൻ പേപ്പർ ടേപ്പ് വെച്ചൊന്നും ജസ്റ്റ് മൂവ് ചെയ്യാതിരിക്കാനൊക്കെ നിന്നു. അങ്ങനെ മൂവ് ആവത്തില്ല, എന്നാലും ഒന്ന് എൻഡിലൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് ചെയ്യും. ഇത് ഇത്രയും എല്ലാവർക്കും മനസ്സിലായത്. ഇതിൻ്റെ എൻഡിൽ നമ്മുടെ ഈ പേപ്പർ എടുത്തിട്ട് പേപ്പർ ടേപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലത്തെ ഈ ഭാഗവും ആയിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയിട്ടല്ല ഒട്ടിച്ച് വയ്ക്കുന്നത് നമുക്ക് നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് മടക്കി വെച്ചാലും നല്ലതാണ്. നമുക്ക് എന്തോ ഒരിടത്തും കളറാവാതെ നമുക്ക് ക്ലിയറായിട്ട് ഈ ഒരു ഭാഗം മാത്രം മരത്തൊക്കെ വിധത്തിൽ സാരി ഇങ്ങനെ മടക്കി ടേബിളിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു പിക്ചറൊക്കെയാണ് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ വളരെ ചെറുതാക്കി അങ്ങ് മടക്കി നമ്മൾ വരയ്ക്കാനുള്ള ഭാഗം മാത്രം അങ്ങ് ക്ലിയറാക്കി വയ്ക്കാം കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമുക്കൊരു ബുക്കോ കട്ടികളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ കളറിങ്ങാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുവരെയുള്ളത് എല്ലാവർക്കും ഓക്കെയാണ്. നമ്മുടെ ടൈം ഹാഫ് ആൻ അവറോടെ ഉണ്ട്. അപ്പോൾ ഞാനിതിൽ 2 സ്റ്റെപ്സ് ഇന്ന് കളറിങ്ങിൽ കാണിക്കും. അപ്പോൾ അത്രയും നിങ്ങൾ 3 പിക്ചറിൽ ഒരേപോലെയാണ്. നമ്മൾ ഫസ്റ്റ് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തായതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം വിട്ടിട്ട് ഗ്രീൻ കളർ വാങ്ങാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് കളർ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. ഇനി വാങ്ങാനായിട്ട് മെനക്കിടണ്ട. ബ്ലൂവും ബ്രൗണും യെല്ലോയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഗ്രീൻ കിട്ടും. 2 ടൈപ്പ് ഓഫ് ഗ്രീനും കിട്ടും. പക്ഷേ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കറക്റ്റ് ഡോസൊക്കെ കിട്ടി നമുക്ക് ചെയ്യാൻ പാടാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഗ്രീനിൻ്റെ കളറൂടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഇനി അതിന് വേണ്ടി വാങ്ങിച്ചില്ല, ടീച്ചർ നേരത്തെ പറഞ്ഞില്ല എന്നൊന്നും വിഷമം വിചാരിക്കേണ്ട. കളർ ഇല്ലെങ്കിലും ടീച്ചർ ഈ കളർ വെച്ച് മിക്സ് ചെയ്യാൻ പറഞ്ഞു തരും. വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഗ്രീൻ കൂടെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് പാടുപെട്ട് ഉപയോഗിക്കേണ്ട ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഇതിനകത്തൊരു ക്രോമെല്ലോ പറഞ്ഞിട്ടുണ്ട്, ക്രോമെല്ലോയും പറഞ്ഞിട്ടുണ്ട്, ലെമണെല്ലോയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ക്രോമെല്ലോ യെല്ലോ ഓക്കർ ഒഴിവാക്കിയിട്ട് ക്രോമെല്ലോ കളറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ബൗളുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വാങ്ങിയത് നമ്മൾ എന്തിനാണ് അടുക്കളയിൽ ജീരകവും കടുവൊക്കെ ഇടാൻ പറ്റുന്ന സാധനമാണ്. നമ്മളെ കളറുകൾ ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള ഇതിലാണ് കൂടുതലും കളർ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ ബാലൻസ് വന്നാലും ഈ ഫാബ്രിക് കളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുറന്ന് വെച്ചാൽ പെട്ടെന്ന് കട്ടി പിടിക്കും. ഫാബ്രിക് കളർ നമ്മൾ ഈ ബോട്ടിലിൽ നിന്ന് എടുത്ത് ബ്രഷ് വെച്ച് മുക്കി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
പെട്ടെന്ന് കട്ടി പിടിക്കും കേട്ടോ. അപ്പം നമുക്ക് പിന്നെ ബാക്കി നമ്മൾ ഇതിനകത്ത് കുറച്ച് കളർ എടുക്കും, പിന്നെ അടുക്കളയിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ഗസ്റ്റ് വരും, പിന്നെ ആ കളറിന് തുറന്ന് ചീത്തയായി പോകും. അപ്പം നമ്മൾ ഇതുപോലൊരു ബൗളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റായിട്ട് കുറച്ച് ഡ്രോപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, സെറ്റ് ആവാതെ ഇരിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് അടപ്പുള്ളതാണ് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ക്യാൻവാസിലൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കുറേ ബൗളുകൾ വാങ്ങിച്ചുള്ളൂ. ഇത് ഞാൻ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ കാണിക്കാൻ പറ്റുമല്ലോ, ഇതിനേക്കാൾ കുഞ്ഞ് കിട്ടും. ഇതാണ് കേട്ടോ. അപ്പം ഞാൻ യെല്ലോ ഒട്ടും വെള്ളം ചേർക്കാതെ ക്രോം യെല്ലോയാണ് എടുക്കുന്നത്. ഇത് കുറച്ച് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ എൻ്റെ ഇത് കുറച്ചൊന്ന് വാട്ടറിഷാണ്, കാരണം ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കളറാണ്. അപ്പോൾ അത് കട്ടി പിടിക്കാതിരിക്കാൻ ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വെള്ളമുണ്ട്, പക്ഷേ എന്നാലും വലിയ വെള്ളമില്ലാത്ത തരത്തിലാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് 000 എന്ന് പറയുന്ന ബ്രഷാണ് കേട്ടോ. 000 എന്ന് പറയുന്ന ബ്രഷാണ്. ആ ബ്രഷ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കുക. വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കേട്ടോ, ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കുക. ഇതുപോലൊരു ബൗളിൽ എടുത്ത് വയ്ക്കുക കേട്ടോ. എടുത്ത് ബൗളിൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് തുണിയിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കുക കേട്ടോ. ബ്രഷിനകത്തൊരു ഗമ്മ് കാണും, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ബ്രഷിലെ ബ്രിസിൽസ് എല്ലാം ഒന്ന് പോയിൻറ്റഡ് ആവാനായിട്ട് ജസ്റ്റ് മുക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഇങ്ങോട്ട് തേക്കരുത്, ജസ്റ്റ് ബ്രഷ് മുക്കി ഇങ്ങനെ ഒന്ന് എടുക്കുക കേട്ടോ. എടുത്തതിന് ശേഷം നമ്മളിതിൽ കളറ് ഫുൾ അങ്ങ് വെച്ച് കലക്കുകയൊന്നും ചെയ്യരുത്. ചെറിയ 000 ബ്രഷ് ഇട്ട് കളർ കലക്കുകയും ചെയ്യരുത്. വേണമെങ്കിൽ വലിയ ബ്രഷ് വെച്ച് കലക്കാം. ഇതിൽ ജസ്റ്റ് ഇതാ കളർ എടുത്തു. ഇതിപ്പോൾ കുറച്ച് വാട്ടറിഷാണ്, എൻ്റെ കളറ് കട്ടിക്കെടുത്തോട്ടെ. വെള്ളം നിങ്ങൾ ഒട്ടും ചേർക്കണ്ട. പിന്നെ നിങ്ങളുടെ ഭയങ്കര ഡ്രൈ ആയിട്ട് കളർ ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം ഒരു കുറച്ച് കളർ കൂടുതൽ ഒഴിച്ചിട്ട് 1 2 അത് മിക്സ് ആവാനായിട്ടുള്ള ഒരിത് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ ഞാനിപ്പം ജസ്റ്റ് കളർ എടുത്ത് ഡ്രൈ ആക്കി കേട്ടോ. ഡ്രൈ ആക്കിയതിന് ശേഷം 000 ബ്രഷാണ് നമ്മൾ ഈ വരച്ച ഭാഗങ്ങളിലൊക്കെ യെല്ലോ കൊണ്ട് വരച്ചില്ലേ, ആ ഭാഗങ്ങളിലൊക്കെ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ് കേട്ടോ. ഔട്ട്ലൈനിങ് എന്നാണ് പറയണത്. ഇത് നമ്മൾ വെള്ളം അധികം ചേർക്കണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ വെള്ളം ചേർത്ത് ചെയ്യുന്നതിന് ഔട്ടർ ലൈനായിട്ട് പ്രവർത്തിക്കുന്നത് കേട്ടോ. പുറത്തോട്ട് വെള്ളത്തെ സ്പ്രെഡ് ആവാതെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ഒരു ഔട്ട്ലൈനാണ്. അപ്പോൾ ഈ ഔട്ട്ലൈൻ വെള്ളമില്ലാതെ നല്ല കട്ടിക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അകത്തുള്ളതിൽ നല്ലതുപോലെ വെള്ളം ചേർക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇതിനകത്ത് അധികം വെള്ളം വേണ്ട. പിന്നെ ബ്രഷ് ഭയങ്കര കട്ടി ഇങ്ങനെ മൂവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രഷ് ഒന്ന് വെള്ളത്തിൽ നനയ്ക്കുക കേട്ടോ. വെള്ളത്തിൽ നനച്ചതിന് ശേഷം കളറിൽ മുക്കുക. അപ്പം കുറച്ച് കട്ടി കുറയും കേട്ടോ. അല്ലാതെ അതിനകത്ത് വെള്ളം ഒഴിക്കണ്ട. ബ്രഷ് എവിടെ നമ്മൾ നനയ്ക്കുക, വെള്ളത്തിലൊന്ന് നനയ്ക്കുക. നനച്ചതിന് ശേഷം കളറിലൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളറിൻ്റെ ഈ മൂവ് ആവാതെ, ചിലതൊക്കെ നമ്മളിങ്ങനെ ബ്രഷിൽ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നിരിക്കും. ഇങ്ങനെയൊക്കെ ഇരിക്കണം. അതേപോലെ നമ്മൾ ഉപയോഗിക്കരുത്. അതൊന്ന് ബ്രഷിൻ്റെ ഇങ്ങനെ ബ്രഷാണ് ഇതുപോലത്തെ ബൗൾ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് എപ്പോഴും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കുക. അപ്പം ബ്രഷിൻ്റെ കട്ടിയും കുറയും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, തിന്നായിട്ട് ലൈൻസിനകത്ത് വരയ്ക്കാൻ പറ്റും കണ്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ വളരെ തിന്നായിട്ടുള്ള ലൈൻസുകൾ നമുക്ക് വരയ്ക്കും. ഇത് കമ്പൾസറി ആയിട്ട് എല്ലാവരും സാരീസിൽ ചെയ്താലും ഇതിലൊക്കെ ചെയ്താലും ഇങ്ങനെ ഒരു ഔട്ട്ലൈനിങ് കമ്പൾസറി ആണ്. ഇതിനെ നമ്മൾ മ്യൂറലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയും യെല്ലോ ഔട്ട്ലൈനിങ്. നോട്ടുകൂടെ തരും. അപ്പം ഇത് യെല്ലോ ഔട്ട്ലൈൻ. നമ്മൾ യൂസ് ചെയ്ത കളർ എന്ന് പറയുന്നത് ക്രോം യെല്ലോ ആണ് കേട്ടോ. ഇത് ഈ നമ്മുടെ 3 ഡിസൈനും നിങ്ങൾക്ക് വരയ്ക്കേണ്ട സ്പേസ് എവിടെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരും. ലാസ്റ്റ് നോട്ട് തരും. അപ്പം വരയ്ക്കേണ്ട സ്ഥലം എവിടെയൊക്കെയാണെന്ന് പറയും. ആ സ്ഥലത്തൊക്കെ നമ്മളിത് വരച്ച് ഇതുപോലൊരു ഔട്ട്ലൈൻ ചെയ്ത് വയ്ക്കണം കേട്ടോ. അപ്പം ഒരു ദിവസം നമുക്ക് ജോലിയുണ്ട്, എല്ലാവരും വർക്കിങ്ങൊക്കെയാണ്. പക്ഷെ ഒന്ന് കൂടെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കെല്ലാവർക്കും വിഷുവിന് അടിച്ച് പൊളിച്ചൊന്ന് ഇട്ടുകൊണ്ടൊക്കെ ഉടുത്തുകൊണ്ടൊക്കെ നമുക്കൊരു ഫോട്ടോയൊക്കെ ഇടാം. ഓ മോളെ പറഞ്ഞോ. ഈ ക്രോമെല്ലോയ്ക്ക് പകരം റോസീന എന്ന് പറയുന്ന കളർ ഉപയോഗിക്കാമോ? റോസീന മോളെ യെല്ലോ പോലെയാണോ? നമ്മുടെ ഒരു മഞ്ഞൾപ്പൊടിയുടെയൊക്കെ യെല്ലോ തന്നെയാണോ? അതെ. ഉപയോഗിക്കുക. റോസീന എന്ന് പറഞ്ഞ കളർ ഞാൻ മേടിച്ചിട്ടില്ല മോളെ, അതുകൊണ്ട് എനിക്കറിയത്. മോളെന്തെങ്കിലും ഫോട്ടോ ഇട്ടേ കേട്ടോ ടീച്ചറിൻ്റെ പേഴ്സണലി. നമ്മൾ ക്യാമൽ അല്ലാതെ നമ്മൾ എടുക്കുമ്പം ക്രോമെല്ലോ എന്ന് പറഞ്ഞ കളർ ഓറഞ്ച് ആയിപ്പോവും. അപ്പോൾ ക്യാമലിൻ്റെ ആണ് കറക്റ്റായിട്ട് നമുക്ക്, അല്ല ക്യാമലല്ല, ക്യാമലിൻ്റെ ആണ് ഓറഞ്ച് ആയിട്ട് വരുന്നത്. ഫെവിക്രിലാണ് നമുക്ക് നല്ല കളർ. ഫെവിക്രിലിൻ്റെ ക്രോമെല്ലാണ് കറക്റ്റ് കളർ കേട്ടോ. നമുക്ക് ആ കളർ കിട്ടില്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ എന്നൊരു ഗോൾഡൻ കളർ എന്ന് പറയരുത്. ഗോൾഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡ് പൗഡർ പോലും കളർ. ഗോൾഡൻ യെല്ലോ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. ഈ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ പറഞ്ഞ സ്റ്റെപ്പ് നമ്മൾ ഇന്നിപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത് ട്രേസിങ് മെത്തേഡാണ് കേട്ടോ.
സെക്കൻഡ് നമ്മളിത് കളറിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോം യെല്ലോ എന്ന് പറയുന്ന കളറാണ്. ക്രോം യെല്ലോ ഇല്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ യെല്ലോ യൂസ് ചെയ്യാം. നമ്മളിതിനകത്ത് ഒട്ടും വാട്ടർ യൂസ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് നമ്മളിത് വരയ്ക്കാനായിട്ട് ഉപയോഗിച്ച ബ്രഷ് എന്ന് പറയുന്നത് 000 ആണ് കേട്ടോ. 000 എന്ന് പറയുന്ന ബ്രഷാണ് യൂസ് ചെയ്തത്. അകത്തുള്ള എല്ലാ ചെറിയ വരകളിലും എന്ത് വേണം, ഔട്ട്ലൈനിങ് ആവശ്യമാണ് കേട്ടോ. കാരണം സാരിയാണ്, നമുക്കിതിനകത്ത് അവസാനം വെള്ളമൊക്കെ ചേർക്കുമ്പം കളറുകൾ മാം ആ കളർ ഏകദേശം യെല്ലോ ഓക്കറിന് പോലെ ഇരിക്കും മാം. ഔട്ട്ലൈൻ വരയ്ക്കേ എടുത്തോളൂ മോളെ. ക്രോം എല്ലോ കിട്ടിയില്ലേ നമുക്ക്? ഗോൾഡൻ എല്ലോ കിട്ടിയില്ലേ? ഇല്ല മാം, ഗോൾഡ് യെല്ലോ ലെമൺ യെല്ലോ ഒക്കെയാണ് ഉള്ളത് മാം. ലെമൺ എല്ലോ വേണം മോളെ. മറ്റേത് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോ ഇടുമ്പോൾ പറയും. കണിക്കൊന്ന കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ ആണ് കേട്ടോ. അതിന് നമുക്ക് ഒരു യെല്ലോ ഓക്കർ കളർ എന്ന് പറഞ്ഞാൽ ഡൾ കളറാണ്, ഭയങ്കര ഇങ്ങനെ നരച്ച മഞ്ഞ എന്നാണ് പറയുന്നത്. അത് വെച്ച് ചെയ്ത് നോക്കാം. ഔട്ട്ലൈൻ ചെയ്യണതിന് കുഴപ്പമില്ല മോളെ, കുറച്ച് ഡാർക്ക് തന്നെ വേണം കേട്ടോ. ഔട്ട്ലൈൻ വരയ്ക്കുന്നതിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പൂവിന്റെ ആ എതളുകൾ മാത്രമാണോ മാഡം വരയ്ക്കേണ്ടത്? അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ ഡിസൈനിനകത്ത് എന്തൊക്കെയുണ്ടോ, ഡിസൈൻ എങ്ങനെ നമ്മൾ ട്രേസ് ചെയ്തോ ഈ ഡിസൈനിനകത്തുള്ള എല്ലാം ഈ ചെവരി പാർട്ടും നമ്മൾ വരയ്ക്കും. മറ്റേ തണ്ട് പോലെ ഉള്ളത് അകത്തുള്ള തണ്ട് ചെറിയ ഇതിനകത്തുള്ള നമ്മൾ ഇതിനകത്തൊരു ഔട്ട്ലൈൻ എന്തൊക്കെ വരച്ചിട്ടുണ്ട് അതെല്ലാം വരയ്ക്കും മാം. ഡ്രോയിങ്ങിൽ എന്തൊക്കെയുണ്ട് ആ സാധനങ്ങൾ മൊത്തം നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കും കേട്ടോ. അത് പൂ മഞ്ഞയുണ്ടെന്നല്ല, കൃഷ്ണൻ്റെ പുറത്ത് നമ്മൾ വരയ്ക്കുന്ന കൃഷ്ണൻ്റെ കണ്ണ്, മൂക്ക്, കൃഷ്ണൻ്റെ തലയിൽ കുറേ പൂക്കളുണ്ട്. കണിക്കൊന്ന പൂക്കൾ തന്നെ നമ്മൾ വെച്ചിരിക്കണം. അതൊന്നും ആരുടെ ഒരു ഐഡിയ അല്ല, ഞാൻ തന്നെ ഇങ്ങനെ വരച്ച് വെച്ചൊരു ഐഡിയയാണ് കേട്ടോ. അപ്പം അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമുക്ക് ഭയങ്കര നിങ്ങളുടെ ഈ ഒരു ചിത്രത്തിൻ്റെ ഈ ഒരു ക്ലാസ്സിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് മ്യൂറൽ ചിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വരയ്ക്കുന്നുണ്ട് ഒക്കെയാണ്. എല്ലാവരിലും കോമൺ ആയിട്ടുള്ള ചിത്രങ്ങളാണ്. പക്ഷേ എൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾ കയറുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ വരയ്ക്കുന്ന ഡിസൈനും നിങ്ങൾ വരച്ചിടുന്ന ചിത്രങ്ങളും ഏറ്റവും വെറൈറ്റി ആയിരിക്കും. അത് നിങ്ങളുടെ മാത്രം സൃഷ്ടിയായിരിക്കും. യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു പിൻട്രസ്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിലോ ഒന്നും കാണാത്ത പുതിയ പുതിയ ചിത്രങ്ങളായിരിക്കും. കാരണം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എപ്പോഴും ഒരു മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിക്കാണ് എപ്പോഴും മാർക്കറ്റിംഗ് ഉള്ളത് കേട്ടോ. ഞാൻ മുമ്പ് ഒരു അഡ്വർടൈസ്മെൻറ്റ്, വളരെ മുമ്പ് അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിൽ പഠിച്ചൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു ബൊട്ടീക്കിലായിരുന്നു, ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനി, ഒരു ബൊട്ടീക്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ അവർ ഒരു സാരിയിൽ ഞാൻ ഡിസൈൻ മാത്രം വരയ്ക്കുന്നതിന് എനിക്ക് 5000 തരുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 2004 2005 ആണെന്ന് തോന്നുന്നു. ഒരു സാരിക്കുള്ള ഡിസൈൻ വരയ്ക്കുന്നതിന് 5000 വരും. ഡിസൈനിങ്ങിന് പുതിയ ന്യൂ ഡിസൈൻസിന് എപ്പോഴും ഭയങ്കര ഇതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ഡിസൈൻസ് മാത്രം പുതിയൊരു പാറ്റേണിൽ നമ്മളൊരു സ്ഥാപനത്തിന് ചെയ്തു കൊടുത്താൽ എനിക്ക് നിങ്ങളുടെ ക്ലാസ് എടുക്കുന്ന പേയ്മെൻറ്റിനേക്കാളും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് ക്രിയേറ്റിവിറ്റിയാണ്. എൻ്റെ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതിനേക്കാളും നിങ്ങൾ ഈ ഒരു ഡിസൈൻ നിങ്ങളാണ് ഫസ്റ്റ് വരച്ചു കൊടുക്കുക. നിങ്ങളിൽ ആരാണ്, ഞാൻ കൊടുക്കത്തില്ല, കാരണം ഞാൻ വളരെ പതുക്കെ പോകുന്ന ആളാണ്. നിങ്ങളിൽ ആരാണോ ഫസ്റ്റ് ചെയ്യുന്നത് അവരുടെ ക്രിയേഷനായിട്ട് തീരും, അല്ലെങ്കിൽ അവരുടെ ആശയമായിട്ട് തീരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡിസൈനിൽ പേരൂടെ ഇട്ടത്. പക്ഷെ നമുക്ക് ആ പേരൊന്നും കാണില്ല. നിങ്ങളത് കോപ്പി ചെയ്യുമ്പം ഉറപ്പായിട്ട് എൻ്റെ പേരിൽ കോപ്പി ചെയ്ത് ആരുടെ സാരിയിൽ വരയ്ക്കുമ്പോഴും പേര് എഴുതി വെക്കരുത് കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മുടെ ആശയങ്ങൾ പുതുമയുള്ളതാണ് കേട്ടോ. ഞാനിപ്പം ഒരു ലാസ്റ്റ് സപ്പർ ചെയ്താലും അല്ലെങ്കിൽ ഒരു അനന്തശയനം ചെയ്താലും എല്ലാം ഒരു പിക്ചറിന് അതേപോലെ കോപ്പി ചെയ്യിക്കില്ല. അതിൽ എൻ്റേതായ മാറ്റങ്ങൾ വരുത്തിച്ചുകൊണ്ട് ഞാൻ ആ ഐഡിയാസ് എപ്പോഴും കൊണ്ടുവരാറുള്ളൂ. മ്യൂറലായാലും റിയലിസ്റ്റിക് പെയിൻറ്റ്, പിന്നെ കോപ്പി ചെയ്യുന്ന പെയിൻറ്റിങ്സ് ഒഴിച്ചെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ കൃഷ്ണൻ്റെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കൃഷ്ണനാണെങ്കിലും അതിലൊരു കളറിങ്ങും അതിൽ കൊടുക്കുന്ന പാറ്റേണും എല്ലാം കൊണ്ടുവരുമ്പോൾ ഭയങ്കര വ്യത്യാസമായിരിക്കും.
ഇത് നമ്മൾ ഭയങ്കര കട്ടി കളറാണെങ്കിൽ ഇപ്പം ഞാൻ ബ്രഷൊക്കെ വളരെ ഫ്രീ ഹാൻഡാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അതുപോലെ വരയ്ക്കാൻ പറ്റത്തില്ല. ഭയങ്കര കട്ടി കളറാണ്. അപ്പോഴേ ഒന്ന് ബ്രഷ് വെള്ളത്തിൽ മുക്കി ഒന്ന് കട്ടി കുറച്ചോളണം കേട്ടോ. കുറച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. ഞാനിപ്പം യെല്ലോ ഔട്ട്ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുവരെയുള്ള സ്റ്റെപ്സ് മനസ്സിലായോ? ട്രേസിങ്, ദെൻ നമ്മളിപ്പോൾ ചെയ്ത യെല്ലോ ഔട്ട്ലൈനിങ് ആണ്. ഇത് 2 സ്റ്റെപ്സ് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഇത് ഇത്രയും എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് വരയ്ക്കുമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു 20 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറോ എടുക്കുമായിരിക്കും. ഒരിക്കലും വിചാരിക്കും നമ്മൾ ഫസ്റ്റ് സ്പീഡ്, അത് ഓരോരുത്തരുടെ കൈയുടെ ഫ്രീ ഹാൻഡ് അനുസരിച്ചാണ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ട്രേസ് ചെയ്യാൻ ഞാനൊരു 5 മിനിറ്റ് എടുത്തുവെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 25 മിനിറ്റ് എടുക്കുമായിരിക്കും ഫസ്റ്റ് ടൈമൊക്കെയാണ്. എന്നാൽ ഒരു 2-3 ചിത്രങ്ങൾ നിങ്ങൾ ചെയ്ത് വരുന്നുവെങ്കിൽ നിങ്ങൾക്ക്, നമ്മൾ ചിലപ്പം പലരും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിർത്താറുണ്ട്. എൻ്റെ കോഴ്സുകൾ വളരെ ചെറിയ ഫീസേ ഉള്ളൂ. അത് മാത്രമല്ല നിങ്ങൾക്ക് അതിനകത്തുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മൾ കൂടെ ചെയ്യുമ്പോൾ ഒരു ചിത്രം, പുതിയൊരു ചിത്രം നമുക്ക് കിട്ടുകയാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ. നമ്മൾ കുറച്ചുകൂടെ പഠിക്കുകയും ചെയ്യും, പുതിയൊരു ചിത്രം കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം പേര് നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതാണ്. ഇനി ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടി എടുക്കുന്ന കളേഴ്സ് ലെമൺ യെല്ലോയും ക്രോം യെല്ലോയും എടുക്കുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് യെല്ലോ, ഇവിടെ ഒരെണ്ണം ചെയ്ത് കൃഷ്ണൻ്റെ ചെയ്ത് ബൈ ഡിസൈനും ചെയ്തതിന് ശേഷം എവിടെയൊക്കെയാണ് സ്ഥലം പറഞ്ഞുതരാം, ചെയ്ത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാവും. സാരി മ്യൂറൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കളർ ഉണങ്ങാതെ അടുത്ത് കളർ വയ്ക്കരുത്. വയ്ക്കുകയാണെങ്കിൽ സ്പ്രെഡ് ആവും. ഇത് ഔട്ട്ലൈൻ നല്ലപോലെ സാരിയിൽ സെറ്റ് ആവാനുള്ള സമയം വേണം. ഒട്ടും വെള്ളമില്ലാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത് പിടിക്കാനുണ്ട്. പക്ഷെ ഞാൻ ബ്രഷും സാരിയൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചതുകൊണ്ട് ക്ലാസ് ടൈമിനുള്ളിൽ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യണം. നിങ്ങൾ ഉടനെ ചെയ്യരുത്. ഞാൻ ലെമൺ യെല്ലോ എടുത്തോട്ടെ. ക്രോമല്ല ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ എടുത്തോട്ടെ. ക്രോമല്ലോയ്ക്ക് പകരം കിട്ടിയില്ലേ? ക്രോമല്ലോ ഇല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ എന്നൊരു യെല്ലോ ഉണ്ട് മാം. പിന്നെ നമ്മൾ ഈ ലെമൺ യെല്ലോ എന്ന് പറയുന്ന കളർ കുറച്ച് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള, അതായത് വൈറ്റ് കൂടെ ചേരുന്നൊരു ഫ്ലോറസെൻറ്റ് കളറോട് ചേരുന്നൊരു കളറാണ്. ഇതിനകത്ത് വൈറ്റ് കണ്ടന്റ് ഉണ്ട്. സാധാരണ മ്യൂറൽ ചിത്രങ്ങളിൽ ഉപയോഗിക്കാത്തൊരു കളറാണ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി മ്യൂറൽ ചിത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മ്യൂറലിലൊന്നും അധികം യൂസ് ചെയ്യാത്തൊരു കളറാണ് ക്രോമല്ലോ എന്ന്, ഈ ലെമൺ യെല്ലോ എന്നുണ്ട്. ലെമൺ യെല്ലോ ഒരു നമ്മൾ യെല്ലോ കളേഴ്സുകളിൽ വേറെ ഏത് കളർ ചെയ്താലും ഭയങ്കര കളർ ചേഞ്ച് ആണ്. പറഞ്ഞോളൂ. ലെമണല്ലോയും ക്രോമല്ലോയിലെ കയ്യിലുള്ളൂ ഇപ്പൊ. ലെമണല്ലോയും ക്രോമല്ലോയും ഉണ്ടല്ലോ മാം. ബിന്ദു മാം, ലെമണല്ലോയും ക്രോമല്ലോയും ഉണ്ടല്ലോ. അല്ല, യെല്ലോ ഓക്കറാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് ലെമണല്ലോ ഒരു 5 ഡ്രോപ്പ് എടുക്കുമ്പോൾ ഹാഫ് ഡ്രോപ്പ് ഓറഞ്ച് കൊടുക്കണം, മിക്സ് ചെയ്യണം. ഒരു 5 ഡ്രോപ്സ് ലെമണല്ലോ എടുക്കുമ്പോൾ ഹാഫ് ഡ്രോപ്പ് ഓറഞ്ച് കൂടെ മിക്സ് ചെയ്ത് കറക്റ്റ് ക്രോമല്ലോ കിട്ടും. എപ്പോഴും നമ്മൾ മിക്സ് ചെയ്ത് വെക്കേണ്ടി വരും കേട്ടോ. 5 ഡ്രോപ്സ് ലെമണല്ലോ, ഹാഫ് ഡ്രോപ്പ് ഓറഞ്ച്. പെർമനന്റ് യെല്ലോ ഡീപ്പ് അത് ഉപയോഗിക്കാം. പെർമനന്റ് യെല്ലോ കുഴപ്പമില്ല മോളെ. പെർമനന്റ് യെല്ലോ ക്രോമല്ലോ പോലത്തെ ഒരു കളർ തന്നെ. ഞാൻ ഇതിലോട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ ലെമണല്ലോ 2 ഡ്രോപ്പ് എടുക്കുമ്പം 1 ഡ്രോപ്പ് ക്രോമല്ലോ ആണ് എടുക്കുന്നത്. 1 ഡ്രോപ്പ്, ഇത് ക്രോമല്ലോ അല്ലേ? ക്രോമല്ലോ കണ്ട കുറച്ച് കളർ വ്യത്യാസമാണ്. ഇതിൽ 1 ഡ്രോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 1 ഡ്രോപ്പ് കുറച്ച് വെള്ളം കൂടെ ഉള്ളതുകൊണ്ട് 1 ഡ്രോപ്പ് കണ്ടോ. അപ്പോൾ ഇതൊരു 3 ഡ്രോപ്പ് കളർ, അതായത് 2 ഡ്രോപ്പ് ലെമണല്ലേയും 1 ഡ്രോപ്പ് ക്രോമല്ലോയും കൂടെയാണ് കേട്ടോ. കളറിൻ്റെ ബ്രൈറ്റ് ലെമണല്ലോ ഡയറക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലൂറസെൻ്റ് എഫക്റ്റാണ്. വൈറ്റ് കൂടെ ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറിൻ്റെ കുറച്ച് ബ്രൈറ്റ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്രോമല്ലോ കൂടെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് കളറിൻ്റെ അളവ് പറഞ്ഞു കഴിഞ്ഞു. 2 ഡ്രോപ്പ് ലെമണല്ലോ, 1 ഡ്രോപ്പ് ക്രോമല്ലോ. അപ്പം നിങ്ങൾ ആദ്യം ഈ ക്രോമല്ലോ ഇല്ലാത്തവർ എന്ത് ചെയ്യണം, ഒരു ബൗൾ എടുത്തിട്ട് പഴയ ഫാബ്രിക്കിൻ്റെ ബോട്ടിലോ ഒരു ബൗൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ കളർ കുറേ ലെമൺ, ഒരു 10 ഡ്രോപ്പ് ലെമണല്ലോ എടുത്ത് അല്ലെങ്കിൽ ഒരു 20 ഡ്രോപ്പ് ലെമണല്ലോ എടുത്ത് ഒരു 2 ഡ്രോപ്പ് ഓറഞ്ചും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കണം ബൗളിൽ കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് വെക്കണം. അതിൽ നിന്ന് വേണം കളർ എടുക്കാൻ കേട്ടോ, ക്രോമല്ലോ എന്ന് പറയുമ്പോൾ കണ്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ലെമണല്ലോയും അല്ല ഒരു ക്രോമല്ലോ ആയിട്ട്. ഇത് 3 ഡ്രോപ്പ് കളർ ഉണ്ടെങ്കിൽ 6 ഡ്രോപ്പ് വാട്ടർ ഉപയോഗിക്കണം. എത്ര ഡ്രോപ്പ് ഉപയോഗിക്കണം? ഇരട്ടി അളവിൽ എത്ര കളർ എടുക്കുന്നോ
അതിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം കേട്ടോ. ഇതിപ്പോൾ ഇതാ 1 ഞാൻ ബ്രഷ് 1 2 3 4 5 6 ഇത്രയും ഡ്രോപ്പ് വെള്ളം ഇതിനകത്ത് ചേർത്ത് കണ്ടോ. എൻ്റെ ഇത് ഇച്ചിരി കട്ടിയുള്ളൊരു ഫ്ലാറ്റ് ബ്രഷായിരുന്നു, വലുതായിട്ട് ഞാൻ എടുത്തു കണ്ടോ. എത്ര കളറിൽ നമ്മൾ എടുത്തോ അതിൻ്റെ ഇരട്ടി അളവിൽ എന്ത് ചേർത്തിട്ടുണ്ട്? വാട്ടർ ചേർത്തിട്ടുണ്ട്. മനസ്സിലായോ? 1 ഡ്രോപ്പ് കളറാണ് നമ്മൾ എടുക്കണമെങ്കിൽ 2 ഡ്രോപ്പ് വാട്ടർ. ഇതിപ്പോൾ നമ്മൾ 3 ഡ്രോപ്പ് കളർ എടുത്തില്ലേ, 2 ഡ്രോപ്പ് ലെമണല്ലേ 1 ഡ്രോപ്പ് ക്രോമല്ലേ കൂടെ എടുത്തില്ലേ. അപ്പോൾ ഞാൻ 6 ഡ്രോപ്പ് എന്തെടുത്തിട്ടുണ്ട്? വാട്ടർ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ? ഇത് അളവ് മനസ്സിലായോ? ഈ കുട്ടികളൊന്നും മിണ്ടുന്നില്ല. ആരെങ്കിലും ഞാൻ ഈ കൊച്ചു കുട്ടികളെ പഠിപ്പിച്ചേ കൊച്ചു കുട്ടികളെ ഇങ്ങനെ കിടന്ന് ടീച്ചർ എന്ന് വിളിക്കുന്നത്. നമ്മളെ കുട്ടികളാരും മിണ്ടുന്നില്ല. ഓക്കെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഉറക്കൊക്കെ പോകും. അടുക്കളയിൽ ഇരിക്കുന്നവരൊക്കെ വന്ന് അയ്യോ ടീച്ചർ എന്തോന്നോ പറഞ്ഞു എന്ന് പറഞ്ഞ് നോക്കും. ഇടയ്ക്ക് നാളത്തെ ക്ലാസ്സിൽ പേരൂടെ വിളിക്കാം കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. ശരിയല്ലേ? ഡോക്ടർ അശ്വതി മാമിനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഇല്ലേ? ഉണ്ട്. ഗീത മാം ഉണ്ടോ? ഉണ്ട്. നമ്മുടെ കലാ മാമിന് കയറാൻ പറ്റും. കലാ മാം കയറിയിട്ടുണ്ട് അല്ലേ? കലാ മാം ഓക്കെ മാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാം പറഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്തുതരാം കേട്ടോ. ഇത് നമ്മൾ 000 ബ്രഷ് വേണമെന്നില്ല, 0 ബ്രഷ് അല്ലെങ്കിൽ 1ൻ്റെ ബ്രഷ് എടുക്കാം കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ വലിയ സൈസ് 0 അല്ലെങ്കിൽ 1ൻ്റെ ബ്രഷ് എടുക്കാം. എടുത്തതിന് ശേഷം നമ്മൾ ഈ കണിക്കുന്ന പൂവിൻ്റെ അകത്തുള്ള ചെറിയ ഡോട്ടൊന്നും നോക്കണ്ട, ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണിക്കൊന്നിൻ്റെ മൊട്ടും ഡോട്ടും എല്ലാം നമ്മളിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരിക്കലും നമുക്ക് പുറത്തോട്ട് പോകില്ല. ഞാൻ പറഞ്ഞില്ല, ഔട്ട്ലൈൻ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ കളർ തുടങ്ങുമ്പോൾ ഇങ്ങനെ എടുക്കരുത്, ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു കളറ് ഇങ്ങനെ ഒന്ന് പെട്ടെന്നൊന്ന് ഫില്ല് ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കണിക്കുന്ന പൂവ് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു 1 അവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു പൂവ് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. ഇന്നിപ്പോൾ 1 അവർ ആയി, പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് 2 പൂവായും 2 ടൈം. പിന്നെ കൃഷ്ണനെ വരയ്ക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പം നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ ഇത്രയും സമയം മെനക്കിടുകയാണ്. അപ്പോൾ ഒരു സാരിക്ക് നമുക്ക് എത്ര രൂപ കിട്ടി? സാരി ചോദിക്കൽ എങ്ങനെ 500 രൂപ തരട്ടെ, 1000 രൂപ തരട്ടെ, അങ്ങനെയൊന്നും കൊടുത്തു കളയരുത്. ഫ്രീ ആയിട്ട് ചോദിക്കുന്നവർക്ക് ഒട്ടും കൊടുക്കരുത്, ഒട്ടും വില തരത്തില്ല കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഫ്രീ ആയിട്ടും കൊടുക്കരുത്. ഗിഫ്റ്റൊക്കെ നമുക്ക് വേറെ വല്ലതും കൊടുക്കാം. നമ്മുടെ ആർട്ടിന് നമുക്കൊരു വാല്യൂ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ആർട്ട് കൊടുക്കരുത്, വില കുറച്ച് കൊടുക്കരുത്. ഒരിക്കലും നമുക്ക് വിലയുണ്ടാവില്ല, അവരൊരിക്കലും കൂട്ടിത്തരത്തില്ല. അവർ വഴി കസ്റ്റമർ നമുക്ക് കിട്ടുകയില്ല. നല്ല പൈസ വാങ്ങിച്ചാൽ പിന്നെയും കസ്റ്റമറെ കൊണ്ടുവരും. പൈസ കുറച്ച് കൊടുത്ത് ഫ്രീ ആയിട്ട് കൊടുത്തവർ വഴി ഒരു കസ്റ്റമറെ പോലും ഒരിക്കലും നമുക്ക് കിട്ടാറില്ല. ഇതൊക്കെ എക്സ്പീരിയൻസാണ്, ഒരുപാട് സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസാണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെ അംഗീകരിക്കാനും നമ്മളെ നിന്ന് ഫ്രീ കിട്ടാനും ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, നമ്മൾ ആർട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളത് വാല്യൂ കൊടുത്താണ് ചെയ്യുന്നത്. അതിൻ്റെ കഷ്ടപ്പാടാണ്. വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് പോട്ടെ, എന്നാലും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കരുത്. ബാക്കി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ഒരു 500 1000 രൂപ കൊടുത്ത് നിങ്ങൾ ആ വില പറയുന്നവർക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കൂ. പക്ഷേ നമ്മൾ ചെയ്യുന്നൊരു സാധനം ഫ്രീ ആയിട്ട് കൊടുക്കരുത്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിൻ്റെ വാല്യൂ അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അവർ വിചാരിക്കും വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ പ്രിൻറ്റ് ചെയ്യാൻ പോലത്തെ ഒരു സാധനമാണെന്ന് വിചാരിക്കും.
നമുക്ക് ഏകദേശം ഇതിൻ്റെ തണ്ടൊക്കെ ചിലയിടത്ത് വരുന്നുണ്ട്. അതിൻ്റെ പുറത്തുകൂടെ നിങ്ങൾ യെല്ലോ ചെയ്തോളൂ കേട്ടോ. കാരണം നമുക്ക് പിന്നീട് ഗ്രീൻ കൊടുക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ എൻഡിൽ ചെറിയൊരു തണ്ട് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും നോക്കണ്ട. നമ്മൾ ഇതുപോലെ യെല്ലോ കളറ് ഫില്ല് ചെയ്തും കൊടുക്കുക. അപ്പോൾ ഈ രണ്ടൊരു സ്റ്റെപ്പ് ഇതിന് ഈ ഒരു യെല്ലോ തന്നെ നമുക്ക് ഏതൊക്കെ പടത്തിലുണ്ട്, കൃഷ്ണൻ്റെ എവിടെയൊക്കെ ഉണ്ട്, കൃഷ്ണൻ്റെ കയ്യിൽ കണിക്കുന്നുണ്ട്, കൃഷ്ണൻ്റെ തലയിൽ കണിക്കുന്ന പൂവുണ്ട്, പിന്നെ ഇവിടെ വരുന്നുണ്ട് കൃഷ്ണൻ കിടക്കുന്ന ഭാഗത്തൊരു കണിക്കുന്ന പൂ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉള്ള കണിക്കുന്ന ഭാഗത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കളറിങ് ചെയ്യാം. ഇന്ന് നമുക്ക് ഒരുപാട് വേണ്ട, നമ്മുടെ ആവശ്യത്തിനുള്ള ലോഡായിട്ടുണ്ട് അല്ലേ. ഇത്രയും പോരെ നമുക്ക്? കൂടുതൽ വേണോ? നല്ല ഹോംവർക്ക് ഉണ്ട്. കൂടുതൽ വേണ്ട ടീച്ചറെ. ഇത് മതിയല്ലേ? പുതിയ ആൾക്കാരൊക്കെ മിണ്ടാതിരിക്കാനായിട്ട് ഞാൻ മാം ആ ഡിസൈൻ വരുന്ന പൊസിഷൻ ഒന്ന് പറയണേ. പറയാം. ഇപ്പം പറഞ്ഞ് നോട്ട്സും തന്നിട്ട് ക്ലാസ് അവസാനിപ്പിക്കത്തുള്ളൂ കേട്ടോ. വെയിറ്റ് ചെയ്തോളെ. ഞാൻ ജസ്റ്റ് ഇത്രയും ഇതുവരെ മതി. പെർമനന്റ് യെല്ലോ, ഗോൾഡൻ യെല്ലോ, ക്രോമല്ല, ഇത് മൂന്നും ഒരേ കളറാണ് കേട്ടോ. നമ്മൾ അതുപോലെ ലെമണല്ലോ മാത്രമായിട്ട് കൊടുക്കരുത്. ഭയങ്കര ഒരു ഫ്ലൂറസെൻ്റ് എഫക്റ്റ്, മ്യൂറലിൻ്റെ ഒരു എഫക്റ്റ് മാറും കേട്ടോ. നമുക്കൊരു ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറായിപ്പോവും. അതുകൊണ്ടാണ് നമ്മളിതിനകത്ത് ഈ കളർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ചെറിയൊരു ക്രോമല്ലോടെ മിക്സ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ കണിക്കുന്നതിൻ്റെ കളർ ശരിക്കും ഇതാണ്, നല്ലൊരു ലെമണല്ലോയാണ് കേട്ടോ. ഇത് രണ്ടും ചെയ്ത് നല്ലതായിട്ട് ഉണങ്ങിയാലേ നമുക്ക് ഇതിൽ ഷെയ്ഡ്സൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ എന്ത് ചെയ്യും, യെല്ലോയൊക്കെ വരച്ച് ഒന്ന് ഔട്ട്ലൈൻ വരച്ച് എല്ലാത്തിനും യെല്ലോയൊക്കെ വരച്ച് അടുത്ത ക്ലാസ്സിന് മുമ്പ്, നാളത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫോട്ടോ ഇട്ടിരിക്കും കേട്ടോ. ലേറ്റ് ആക്കത്തില്ല. നാളെ അവധി ആയതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോയി ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ മാറ്റി മേടിച്ചതാണ്. അപ്പം എവിടെ ഇതൊക്കെ പോകാൻ സാധ്യത എന്നാലും ഞാൻ വരച്ചിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും എല്ലാവർക്കും ഓക്കെയാണ് ഇന്നത്തെ ക്ലാസ്സസ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ടാണ്. നോട്ട് പറയുന്നു, നോട്ട്സ് ബുക്ക് കൂടെ എല്ലാവരും ഒന്ന് എടുത്തോളൂ കേട്ടോ. നമ്മൾ ഈ വോയിസ് ക്ലിപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ആ ക്ലാസ് മാത്രം ശ്രദ്ധിച്ചിരിക്കും. ദയവായിട്ട് എൻ്റെ ക്ലാസ്സിൽ കയറുക. ഇപ്പോൾ നമുക്ക് ഇതുപോലെ സംസാരിച്ചൊക്കെ നല്ല രസമായിട്ട് ക്ലാസ് എടുക്കാം കേട്ടോ. മറ്റേത് നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇത് മനസ്സിലായല്ലോ എന്ന് വെച്ചങ്ങ് വയ്ക്കും കേട്ടോ. മറ്റേ ക്ലാസ്സിൽ കൂടെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര എഫക്റ്റീവാണ്. അങ്ങനെ ചെയ്യുന്നവർ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാറുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സസിൽ എവിടെയൊക്കെയാണ് സാരിയിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കണിക്കൊന്നയുടെ ഡിസൈൻ ഞാൻ മെയിൻലി 2 സ്ഥലങ്ങളാണ് പറഞ്ഞത്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ 2 സ്ഥലങ്ങളിലാണ് ഓപ്ഷൻ ചെയ്യുന്നത്. സാരി ആണെങ്കിൽ ഒന്നാമത് നമ്മളിങ്ങനെ സാരി സ്റ്റാർട്ടിങ്, ഇതിപ്പം സാരി തന്നെ ഉണ്ട്. ഇതിപ്പോൾ യെല്ലോ കളറുള്ളതാണ് ഞാൻ മാറ്റുന്നത്. ഇങ്ങനെ സാരി തന്നെയാണ് ഇത്. സാരിയുടെ തെയ്യമൊക്കെ വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന സാരിയാണ്. ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഇത് സാരിയുടെ നമ്മളെ സ്റ്റാർട്ടിങ് ഉടുക്കുന്ന ഭാഗം കേട്ടോ. ഇത് നമ്മൾ ഉടുക്കുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ജസ്റ്റ് തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് കറക്റ്റ് 1 മീറ്റർ താഴെ മാർക്ക് ചെയ്യുക. 1 മീറ്റർ താഴെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതാണ് 1 മീറ്റർ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് വയ്ക്കുക. നമ്മളിത് ഈ കളിക്കുന്നവരുടെ ഡിസൈൻ അതല്ല, പറന്നു പോയോ? പോട്ട് കണിക്കുന്നതിൻ്റെ ഡിസൈൻ പറന്നു വയ്ക്കണം. കണിക്കുന്ന ഡിസൈൻ ബോർഡറിൽ 1 മീറ്റർ കേട്ടോ, കറക്റ്റ് 1 മീറ്ററാണ് നമുക്ക് വരുന്നത്. താഴത്തെ ഫസ്റ്റ് പ്ലീറ്റ് നമ്മൾ പ്ലീറ്റിങ്ങിന് താഴെ ഞൊറി കൊടുക്കത്തില്ലേ, ആ ഞൊറിയുടെ താഴെ നമ്മുടെ വലത് കാലിൻ്റെ ആ ഒരു സ്പേസിലായിട്ട് വരുന്ന ഡിസൈൻ ഇങ്ങനെയാണ്. അപ്പോൾ കണിക്കുന്നതിൻ്റെ ഡിസൈൻ നമ്മൾ ചെസ്റ്റിൽ വരച്ചപ്പോൾ ഇങ്ങനെയാണ് വരച്ചത്, ബോർഡറിനോട് ചേർത്ത് ഇങ്ങനെയാണ് വരച്ചത്. അതിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് വരയ്ക്കും, ഇങ്ങനെ മുകളിലോട്ടിരിക്കുന്നത് പോലെ കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ട് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വരും കേട്ടോ. തണ്ട് ഇങ്ങനെ തുടങ്ങി വരത്തക്ക വിധത്തിൽ ഇങ്ങനെ വരയ്ക്കും. 1 മീറ്ററിൽ മാർക്ക് ചെയ്ത് വരയ്ക്കുക കേട്ടോ. 1 മീറ്ററാണ്. പിന്നെ രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് നമുക്ക് ചെസ്റ്റ് പോർഷനിലാണ്. ഹൈറ്റ് അനുസരിച്ചിട്ടാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സാരി ഒന്ന്
ഞൊറി പിടിച്ച് ഇവിടെ ഷോൾഡറിലൊന്ന് പിൻ ചെയ്തിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ 15 ഇഞ്ച് 15 ഇഞ്ചാണ് മുന്താണിയിൽ നിന്ന്, അതായത് പല്ലുവിൽ നിന്ന് ഞാനതിൽ നിന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് പറയുക. അതായത് നമ്മളെ ബോർഡർ തൊട്ടാണോ എൻഡ് തൊട്ടാണോ എന്ന് അറിയത്തില്ല. 15 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത് കേട്ടോ, ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. പിന്നെ നമുക്ക് ചെറിയ ബൈ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളൊരു കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കാണാവോ, നോക്കിയോ, ഇവിടെ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ആദ്യത്തെ വരുന്നത്. വേണമെങ്കിൽ നമുക്ക് വേണ്ട ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡിസൈൻ വേണമെങ്കിൽ ഈ ഡിസൈൻ തന്നെ കൊടുക്കാൻ പറ്റും. അങ്ങനെ 3 ഡിസൈൻ വരെ മാക്സിമം കൊടുക്കാം. പക്ഷെ അത് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇവിടെ ഒരെണ്ണം കൊടുക്കുമ്പോൾ തന്നെ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടും. പിന്നെ കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇതിനെ നമ്മൾ വളരെ ചെറുതാക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുക്കാം, സ്ലീവിൽ കൊടുക്കാം. പിന്നെ ഇവിടെ ഈ നമ്മൾ ഇപ്പർ സൈഡ് ഉണ്ടല്ലോ, സാരിയുടെ ഇപ്പുറത്ത് പ്ലേറ്റ് ചെയ്യുന്ന ഈ ഭാഗത്ത് കൊടുക്കാം. അങ്ങനെ ഒരു 3 എണ്ണമൊക്കെയാണ് ഇതും ഞാൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞൊറിയുടെ ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ കൊടുത്താലും നല്ലതാണ്. ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം. ഈ ഡിസൈൻ നിങ്ങൾ ഒരെണ്ണം വരയ്ക്കുന്നത് നിങ്ങൾക്ക് വരയ്ക്കുന്നത് നല്ലത്. ഈ കണിക്കൊന്ന കഴിഞ്ഞിട്ട് ഒരു കൈ ഇങ്ങനെ വയ്ക്കുക. കണിക്കൊന്ന നമ്മളിവിടെ വരച്ചു എന്ന് വെച്ചോ, കണിക്കൊന്ന നിങ്ങളിവിടെ വരച്ചു എന്ന് വെച്ചാൽ ഇവിടെയാണ് കണിക്കൊന്ന വരച്ചത്. എന്നിട്ട് കണിക്കൊന്ന ഡിസൈനിൽ നിന്ന് ഒരു കൈ വയ്ക്കുക. വച്ചതിന് ശേഷം താഴെയായിട്ട് ഈ ഡിസൈൻ ചെറുതായിട്ട് എടുത്ത്, ഇത്രയും വലുതായിട്ടൊന്നും എടുക്കരുത്, വൃത്തികെട്ടാണ് കേട്ടോ. ഈ ഒരു ഡിസൈനോട് മാച്ചിങ് അല്ല, കാരണം ഇതിനകത്ത് മൈപ്പീരി വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ നമ്മൾ കൃഷ്ണനെ വരച്ചുകൊണ്ട് ആ കൃഷ്ണൻ്റെ ഒരു കണ്ടിന്യൂഷനും കളറിങ് നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മൈപ്പീരി തന്നത്. അപ്പം ഒരു ചെറിയതായിട്ട് ഇത്രയും വരത്തുള്ളൂ, മൈപ്പീരിയും ഇത്രയും കൂടെ 2 പൂക്കളും വരത്തുള്ളൂ. ഒരു കുഞ്ഞ് ഡിസൈൻ പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വരച്ച് കാണിച്ചതിന് ശേഷം വരച്ചാലും മതി. പിന്നെ പല്ലൂൽ വരയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഇല്ലാത്തവർക്ക് വീഡിയോ ലിങ്ക് വരുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാരിയിൽ ബോർഡർ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയാണ് ഉള്ളത്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനി നോട്ട്സ് കൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞോട്ടെ. ട്രേസ് ചെയ്യുന്ന മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായല്ലോ. അത് വീഡിയോ നോക്കുമ്പം കിട്ടാത്തവർക്ക് മനസ്സിലാവും. കളറൂടെ ഒന്നും മറക്കാതെ നിങ്ങൾ നോട്ട് എഴുതിക്കൊള്ളൂ കേട്ടോ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് യെല്ലോ ഔട്ട്ലൈനിങ് ആണ് കേട്ടോ. യെല്ലോ ഔട്ട്ലൈനിങ് ആയിട്ട് ട്രേസ് ചെയ്ത ഭാഗങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കണമെന്ന് എഴുതി വയ്ക്കുക. ഫസ്റ്റ് നമുക്ക് വേണ്ടത് യെല്ലോ ഔട്ട്ലൈനിങ് ആണ്. ഔട്ട്ലൈൻ വരയ്ക്കേണ്ട എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ട്രേസ് ചെയ്ത് വരച്ച എല്ലാ ഭാഗങ്ങളിലും ഔട്ട്ലൈൻ വേണം. അതിന് ഉപയോഗിക്കുന്ന കളർ ക്രോമെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ എന്ന് എഴുതിക്കൊള്ളൂ കേട്ടോ. ഉപയോഗിക്കുന്ന കളറ് ക്രോമെല്ലോ ഓർ ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ. അതല്ലെങ്കിൽ പെർമനൻ്റ് എല്ലോയും കുറച്ചൊരു ഓറഞ്ച് പോലത്തെ ഒരു കളറാണ്. ഏറ്റവും നല്ലത് ഗോൾഡൻ ക്രോമെല്ലോ ആണ് കേട്ടോ. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ബ്രഷ് 000 ആണ് കേട്ടോ. 000 ഏറ്റവും തിന്നായിട്ടുള്ള ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നോ വാട്ടർ, വെള്ളം വേണ്ട. വെള്ളം നമ്മൾ തൊടുന്നുണ്ടെങ്കിൽ ബ്രഷ് വെള്ളത്തിൽ മുക്കി ഒന്ന് കലക്കുക കേട്ടോ. അല്ലാതെ കളറിൽ വെള്ളം ഒഴിച്ചുള്ള ഔട്ട്ലൈനിങ് ഇല്ല. അപ്പം ഔട്ട്ലൈനിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്, യെല്ലോ ഔട്ട്ലൈനിങ്. യൂസ് ചെയ്യുന്ന കളർ ക്രോമെല്ലോ, ഉപയോഗിക്കുന്ന ബ്രഷ് 000 കേട്ടോ. നോ വാട്ടർ. ഔട്ട്ലൈനിങ് ഓക്കെ ആണല്ലോ. സെക്കൻഡ് സ്റ്റെപ്പ് യെല്ലോ ഫില്ലിംഗ് ആണ്. യൂസ് ചെയ്യുന്ന കളേഴ്സ് 2 ഡ്രോപ്പ് ലെമൺ യെല്ലോ, 1 ഡ്രോപ്പ് ക്രോമെല്ലോ, 2 ഡ്രോപ്പ് ലെമൺ യെല്ലോ, 1 ഡ്രോപ്പ് ക്രോമെല്ലോ, ടോട്ടൽ 3 ഡ്രോപ്പ് കളർ. അതിൻ്റെ ഇരട്ടി അളവിൽ വാട്ടർ, അപ്പോൾ 6 ഡ്രോപ്പ് വാട്ടർ. എത്ര ഡ്രോപ്പാണോ കളർ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി അളവിൽ വാട്ടർ ഉപയോഗിക്കുന്നത്. 6 ഡ്രോപ്പ് കളർ, 6 ഡ്രോപ്പ് വാട്ടർ. ഓക്കെ ആണ് എല്ലാവർക്കും. 2 ഡ്രോപ്പ് ലെമണല്ലോ, 1 ഡ്രോപ്പ് ക്രോമല്ലോ, 6 ഡ്രോപ്പ് വാട്ടർ. സെക്കൻഡ് സ്റ്റെപ്പ് യെല്ലോ ഫില്ലിങ്. അതിന് യൂസ് ചെയ്യുന്ന കളറ് 2 ഡ്രോപ്പ് ലെമണല്ലോ, 1 ഡ്രോപ്പ് ക്രോമല്ലോ, 6 ഡ്രോപ്പ് വാട്ടർ. യൂസ് ചെയ്യുന്ന ബ്രഷ് 0, 1 ഒക്കെ യൂസ് ചെയ്യാം. 0 or 1, 2ഉം 3ഒന്നും പോകണ്ട. 0 or എത്ര വലിയ ഏരിയയിലും നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് മാക്സിമം 1 വരെയുള്ള ബ്രഷേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിനകത്ത് പല തിക്നെസ് വരും. കളർ വയ്ക്കുന്നിടത്ത് നമ്മൾ ബ്രഷിൽ നിന്ന് കളർ വയ്ക്കുന്നിടത്ത് ഒരു ഡാർക്കായിട്ട് വരും. നമ്മളത് സ്പ്രെഡ് ചെയ്യണ ഭാഗത്ത് ഭയങ്കര ലൈറ്റായിട്ട് വരും. അതുകൊണ്ട് നമ്മളെപ്പോഴും ചെറിയ ബ്രഷ് കൊണ്ടാണ് സാരിയിലൊക്കെ കളർ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ നോട്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് നാളെ ഹോംവർക്ക് ആയിട്ടുള്ളത്, നിങ്ങൾ എല്ലാ പടവും സാരിയിൽ റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കണമെന്നില്ല. ഒരു കണിക്കൊന്ന വരയ്ക്കണം, ഒരു കൃഷ്ണനും കണിക്കൊന്നയായിട്ടുള്ള ഒരെണ്ണം വരയ്ക്കണം, ഒരു ബൈ ഡിസൈൻ. അങ്ങനെ 3 ഡിസൈൻ നിങ്ങൾ സാരിയിലോ ചുരിദാറിലോ ടോപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ ട്രേസ് ചെയ്ത് വെക്കുക. ട്രേസ് ചെയ്യുന്നതിന് ചുരിദാറിലൊക്കെ ആണെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ വോയിസ് ആയിട്ട് ഇട്ട് തരാം.
അപ്പം അത് നിങ്ങൾ ട്രേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് എല്ലാത്തിനും യെല്ലോ ഔട്ട്ലൈൻ വരയ്ക്കുക. കണിക്കുന്നയുള്ള ഭാഗങ്ങളിൽ എല്ലാത്തിനും സെയിം കോമ്പിനേഷൻ ഫില്ലിങ് കൊടുക്കുക. എല്ലാത്തിനും യെല്ലോ ഔട്ട്ലൈൻ സെയിം രീതി തന്നെ. ഇത്രയും കാര്യങ്ങൾ നാളെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെ 3rd സ്റ്റെപ്പിലോട്ട് പോകും. യെല്ലോയുടെ 3rd സ്റ്റെപ്പ്, അടുത്ത് നമ്മൾ ഗ്രീനിൻ്റെ സ്റ്റെപ്പ്, അടുത്ത് ബ്ലൂവിൻ്റെ സ്റ്റെപ്പ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം യെല്ലോയ്ക്ക് 4 സ്റ്റെപ്പുകളുണ്ട്, അത് കഴിഞ്ഞിട്ട് ബ്ലൂവിന് സ്റ്റെപ്പുകളുണ്ട്, ഗ്രീനിന് സ്റ്റെപ്പുകളുണ്ട്. 4 സ്റ്റെപ്സാണ് ഓരോ കളേഴ്സിനും. ആ ഓരോ കളേഴ്സിൻ്റെ 4 സ്റ്റെപ്സ് നമ്മൾ യൂസ് ചെയ്താണ് പോകുന്നത്. ഓക്കെ അല്ലേ എല്ലാവർക്കും? കൃഷ്ണന്റെ ഔട്ട്ലൈൻ ഫുള്ള് നമ്മൾ യെല്ലോ ഇട്ട് തന്നെ ചെയ്യണം. എല്ലാ കൃഷ്ണനും മറ്റേ മൈപ്പീലി എല്ലാം യെല്ലോ ആയിട്ട് ഔട്ട്ലൈൻ എല്ലാത്തിനും. ഇപ്പൊ മാഡം പറഞ്ഞ സ്ഥലത്താണ് കൈ ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് താഴെ ചെറിയ അളവിൽ വേണം എടുക്കാൻ. നമ്മൾ ഏതെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയിട്ട് നമ്മൾ പ്രിന്റ് ഇച്ചിരി വലുതാക്കിയാണ് ഞാൻ ഇട്ടത്. ഞാൻ അടുത്തൊരെണ്ണം ഫോട്ടോ വരച്ചിട്ടേക്കാം കേട്ടോ. അതിന് A5 സൈസിൽ എടുത്ത് തരാൻ പറഞ്ഞാൽ അത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, അതൊരു വലിയ A4 പേപ്പറിൽ എടുത്തിട്ട് ഫുള്ളായിട്ട് വരച്ച് കോപ്പി ഇടാൻ കേട്ടോ. അപ്പോൾ A4 പ്രിൻ്റ് എടുക്കുമ്പോൾ ചെറുതായിട്ട് വരും കേട്ടോ. നോക്കാം, ഞാനത് എല്ലാം കൂടെ ഒരു പേപ്പറിലാണ് പടം വരച്ചിട്ട് അതിൽ നിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടപ്പോഴാണ് അത് വലുതായി പോയത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, പുതിയ ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ബിന്ദു മാം മനസ്സിലാവുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കും മാം. നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനകത്ത് പ്രായവും പ്രശ്നവും അല്ല, നമുക്ക് ഇഷ്ടം ഒരു താല്പര്യം മാത്രമാണ് നമ്മുടെ ഈ കലയൊക്കെ പഠിക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഒരിക്കലും ഭയങ്കര ആർട്ടിസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ സ്കില്ലുണ്ടാവണം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ താല്പര്യമാണ് ഏറ്റവും വലിയ സ്കില്ലെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുക, തീർച്ചയായിട്ടും നമുക്ക് സക്സസ് ആവാൻ പറ്റും. ഓക്കെ, ബൈ. റെക്കോർഡ് ക്ലാസ് നമുക്ക് കിട്ടുമല്ലോ അല്ലേ? റെക്കോർഡ് ക്ലാസ് ഞാൻ ഇന്ന് നൈറ്റ് തന്നെ ഗ്രൂപ്പിൽ ലിങ്കായിട്ട് വരും, യൂട്യൂബ് ലിങ്കായിട്ടാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ആർക്കും ഡൗൺലോഡ് ചെയ്തൊന്നും സമയം. പിന്നെ ദയവായിട്ട് നമ്മൾ ചെറിയൊരു കോഴ്സ് ഫീസിലുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കോഴ്സസിൽ പേയ്മെൻറ്റ് അടച്ചവർക്ക് മാത്രമാണ്. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് അടയ്ക്കാത്തവർ റിമൂവ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകളിൽ ലിങ്ക് ഇടുന്നത്. ദയവായിട്ട് നിങ്ങളിത് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത്. ക്ലാസ്സസ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. കാരണം നമുക്കതിനകത്തൊരു ചെറിയ ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും പൈസ കൊടുത്ത് പഠിച്ചാലേ അതിനൊരു വാല്യൂ ഉണ്ടാകത്തുള്ളൂ. ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾക്ക് അതിനൊരു വാല്യൂ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലിങ്കാണ് നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്താൽ അവർക്കെല്ലാം ഓപ്പൺ ചെയ്ത് കാണാം. ദയവായിട്ട് അങ്ങനെ ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം.